ദൈവമേ, നിന്റെ വേദപ്രമാണത്തിൽ അടങ്ങിയിരിക്കുന്ന അത്ഭുത കാര്യങ്ങളെ കാണുവാൻ എൻ്റെ ഹൃദയകണ്ണുകളെ പ്രകാശിപ്പിക്കേണ്ടതാണ്. നമ്മുടെ ദൈവത്തിൻ്റെ നഗരത്തിൽ അവൻ്റെ വിശുദ്ധ പർവ്വതത്തിൽ യഹോവ വലിയവനും അത്യന്തം സ്തുത്യനുമാകുന്നു. മഹാരാജാവിൻ്റെ നഗരമായി ഉത്തരഗിരിയായ സീയോൻ പർവ്വതം ഉയരം കൊണ്ട് മനോഹരവും സർവ്വഭൂമിയുടെയും ആനന്ദവുമാകുന്നു. അതിൻ്റെ അരമനകളിൽ ദൈവം ഒരു ദുർഗമായി വെളിപ്പെട്ടു വന്നിരിക്കുന്നു. ഇതാ, രാജാക്കന്മാർ കൂട്ടം കൂടി അവർ ഒന്നിച്ച് കടന്നുപോയി. അവർ അത് കണ്ട അമ്പരന്നു. അവർ പരിഭ്രമിച്ച് ഓടിപ്പോയി. അവർക്ക് അവിടെ വിറയൽ പിടിച്ചു. നോവ് കിട്ടിയവർക്കെന്ന പോലെ വേദന പിടിച്ചു. നീ കിഴക്കൻ കാറ്റ് കൊണ്ട് തർശീസ് കപ്പലുകളെ ഉടച്ചു കളയുന്നു. നാം കേട്ടതുപോലെ തന്നെ സൈന്യങ്ങളുടെ യഹോവയുടെ നഗരത്തിൽ, നമ്മുടെ ദൈവത്തിന്റെ നഗരത്തിൽ കണ്ടിരിക്കുന്നു. ദൈവം അതിനെ സദാകാലത്തേക്ക് സ്ഥിരമാക്കുന്നു. ദൈവമേ, നിന്റെ മന്ദിരത്തിന്റെ മധ്യേ ഞങ്ങൾ നിന്റെ ദയയെക്കുറിച്ച് ചിന്തിക്കുന്നു. ദൈവമേ, നിന്റെ നാമം പോലെ തന്നെ നിന്റെ സ്തുതിയും ഭൂമിയുടെ അറ്റങ്ങളോളം എത്തുന്നു. നിന്റെ വലം കയ്യിൽ നീതി നിറഞ്ഞിരിക്കുന്നു. നിന്റെ ന്യായവിധികൾ നിമിത്തം സീയോൻ പർവ്വതം സന്തോഷിക്കുകയും യഹൂദാപുത്രിമാർ ആനന്ദിക്കുകയും ചെയ്യുന്നു. സീയോനെ ചുറ്റി നടന്ന പ്രദക്ഷിണം ചെയ്യുകയും അതിന്റെ ഗോപുരങ്ങളെ എണ്ണുകയും വരുവാനുള്ള തലമുറയോട് അറിയിക്കേണ്ടതിന് അതിന്റെ പൊത്തളങ്ങളെ സൂക്ഷിച്ച് അരമനകളിലെ നടന്ന് നോക്കുകയും. ഈ ദൈവം എന്നേക്കും നമ്മുടെ ദൈവമാകുന്നു. അവൻ നമ്മെ ജീവപര്യന്തം വഴി നടത്തും. ദൈവമേ, സ്തുതി എനിക്ക് യോഗ്യമാകുന്നു.
ദൈവത്തിന്റെ തന്നെ തിരുനാമം ഉണ്ടാകട്ടെ. ഈ മാസവും കാൽവരി തറവാട് എക്യുമെനിക്കൽ ചാരിറ്റബിൾ ട്രസ്റ്റിന്റെ സുവിശേഷ മഹായോഗത്തിലേക്ക് നിങ്ങൾ ഓരോരുത്തരെയും കർത്താവായ യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ സ്വാഗതം ചെയ്യുകയാണ്. ഇന്ന് ഒരിക്കൽ കൂടി ഈ സന്ധ്യാവേളയിൽ നമുക്ക് ഒരുമിച്ച് കർത്താവിന്റെ പാദപീഠത്തിൽ കൂടി വേണ്ടുന്ന ഈ നല്ല അവസരത്തിനായി ദൈവത്തെ സ്തുതിക്കുകയാണ്, സ്തോത്രം ചെയ്യുകയാണ്. നമുക്ക് ഒരു നിമിഷം കൂടി കണ്ണടച്ച് പ്രാർത്ഥിക്കാം. ഞങ്ങളെ കൂടാതെ സ്നേഹിക്കുന്ന വാഴ്ത്തപ്പെട്ട കർത്താവേ, നല്ലൊരു രാത്രിക്കായി ഞങ്ങൾ നിന്നെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. കർത്താവേ, ദാസന്മാരുടെ കണ്ണ് യജമാനന്റെ കയ്യിലേക്കും ദാസികളുടെ കണ്ണ് യജമാനത്തിന്റെ കയ്യിലേക്കും എന്ന പോലെ അവിടുന്ന് ഞങ്ങളോട് കൃപ ചെയ്യുമ്പോഴും ഞങ്ങൾ നിന്റെ മുഖത്തേക്ക് നോക്കും. കർത്താവേ, അവങ്കിലേക്ക് നോക്കിയവർ പ്രകാശിതരായി, അവരുടെ മുഖം ലജ്ജിച്ചു പോയതുമില്ല. അപ്പൊ ഈ ഭവനത്തിന്റെ അങ്കണത്തിൽ കർത്താവെ കൂടി വന്നിരിക്കുന്ന ഓരോരുത്തരെയും നിന്റെ കരങ്ങളിലേക്ക് ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുകയാണ്. അപ്പൊ കർത്താവെ, ശബ്ദപരിധിക്കുള്ളിൽ നിൽക്കുന്ന ഓരോരുത്തരെയും നാഥന്റെ മുറിഞ്ഞ കരങ്ങളിലേക്ക് ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുകയാണ്. കർത്താവെ ഓരോരുത്തരെയും നീ ആശ്വസിപ്പിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. അപ്പൊ ഞങ്ങളുടെ ദേശത്ത് സന്ദർശിപ്പാൻ നീ എഴുന്നള്ളി വരണമേ എന്ന് ഞങ്ങൾ നിന്നോട് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, 2 or 3 പേർ എന്റെ നാമത്തിൽ എവിടെ കൂടിയാലും അവരുടെ മധ്യേ ഞാനുണ്ട് എന്ന് വാഗ്ദത്തം ചെയ്ത നല്ല പിതാവേ, അപ്പൊ അവിടുന്ന് സ്വർഗം ചായച്ച് കർത്താവെ ഞങ്ങളുടെ മധ്യത്തിലേക്ക് അവിടുത്തെ പരിശുദ്ധാത്മാവിനെ പറഞ്ഞ് അയക്കുന്നതിന് നന്ദി. കർത്താവെ, അപ്പൊ അവിടുത്തെ ആത്മാവ് ഞങ്ങളുടെ മധ്യത്തിൽ ഓളമിട്ടുവാൻ ഇടയാകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. പരിശുദ്ധാത്മാവെ ഞങ്ങളോട് സംസാരിക്കണമേ എന്ന് പ്രാർത്ഥിക്കുകയാണ്. കർത്താവെ, തിരുവചനത്തിൽ കൂടി അവിടെ ഞങ്ങളോട് ഇടപെടണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, അപ്പൊ ഈ വചനങ്ങളെ നിന്റെ കരങ്ങളിലേക്ക് ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. സ്വർഗത്തിലെ ആലോചന ഞങ്ങളെ കേൾപ്പിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, ഈ ബലഹീന മനുഷ്യനെ നിന്റെ ക്രൂശിന്റെ മറവിൽ മറച്ചു നിർത്തണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. നിലവിളിക്കപ്പെട്ട വിലാവ് വിളിപ്പിച്ച് നിർത്തണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, ഇന്ന് ഇവിടെ നിന്ന് ഓരോ ആത്മാക്കളോട് നീ ഇടപെടണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, ഞങ്ങളുടെ ആയിരിക്കുന്ന അവസ്ഥ കണ്ട് കർത്താവെ അവിടുന്ന് മനസ്സറിയണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. അവിടുത്തെ ദൂതന്മാരെ ഭവനത്തിലേക്ക് കാവലാക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, ഞങ്ങളുടെ ദൈവത്തിനും അവിടെ കാവലുണ്ടാകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, ഞങ്ങളുടെ ചാരിറ്റബിൾ ട്രസ്റ്റിന്റെ കരങ്ങളിലേക്ക് ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, അപ്പൊ ഇതിൽ കൂടി അനേകം ആത്മാക്കൾ സ്വർഗ്ഗരാജ്യത്തിൽ എത്തിച്ചേരുവാൻ തക്കവണ്ണം ഇടയാക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, രോഗങ്ങളാലും ഭാരങ്ങളാലും മറിഞ്ഞ് കർത്താവെ ഭവനങ്ങളായിരിക്കുന്നവരെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, അവർക്കെല്ലാം നീ പൂർണ്ണ സൗഖ്യമാക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. സൗഖ്യമാക്കുന്ന പരിശുദ്ധാത്മാവിന്റെ ശക്തി വ്യാപരിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, അപ്പൊ ഞങ്ങളെ നീ സൗഖ്യമാക്കണമേ, നിത്യതയ്ക്ക് വേണ്ടി ഞങ്ങളെ ഒരുക്കണമേ, അവിടുത്തെ 2ാമത്തെ വരവിന് വേണ്ടി ഞങ്ങളെ ഒരുക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, ഇന്നത്തെ സകല ശുശ്രൂഷകളും അവിടുത്തെ കരങ്ങളിലേക്ക് ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, തന്നെല്ലാം നമ്മൾക്കായി സ്തോത്രം, കൃപകൾക്കായി സ്തോത്രം. അടികൾക്കായി ജീവൻ വെച്ച് യേശുവിൻ നാമത്തിൽ പ്രാർത്ഥിക്കുന്നു. കൃപയോടെ കേട്ട ഉത്തരം തരുമാറാണ് പിതാവേ, ആമേൻ. ദൈവത്തിന്റെ നാമം മഹത്വപ്പെടുമാറാകട്ടെ. കഴിഞ്ഞ മാസങ്ങളായി നമുക്ക് ദൈവത്തിന്റെ തിരുവചനത്തിൽ നിന്ന് ചിന്തിപ്പാൻ നമുക്ക് തന്ന വിഷയം മരണം എന്ന വിഷയം സംബന്ധിച്ചായിരുന്നു നാം ചിന്തിച്ചു വരുന്നത്. ആദ്യത്തെ മാസത്തിൽ നമുക്ക് ആത്മീക മരണം എന്ന വിഷയം സംബന്ധിച്ച് നമുക്ക് ദൈവത്തിന്റെ വചനത്തിൽ നിന്ന് ചിന്തിപ്പാനിടയായി. 2ാമത്തെ മാസം ഫെബ്രുവരി മാസത്തിൽ ക്രിസ്തുവിന്റെ മരണം എന്ന വിഷയം സംബന്ധിച്ച് നമുക്ക് ചിന്തിപ്പാൻ ദൈവം നമ്മളെ സഹായിച്ചു. മാർച്ച് മാസത്തിൽ ദുഷ്ടന്റെ മരണം എന്ന വിഷയം സംബന്ധിച്ച് നമ്മൾ ചിന്തിച്ചു. കഴിഞ്ഞ മാസം പ്രകൃത മരണം, നാച്ചുറൽ ഡെത്ത് എന്ന വിഷയം സംബന്ധിച്ച് നമ്മൾ ചിന്തിച്ചു. ഇന്ന് കർത്താവിന്റെ കൃപയിൽ ശരണപ്പെടുകയാണ്. നിത്യമരണം എന്ന വിഷയം സംബന്ധിച്ച് അല്പസമയം ചിന്തിപ്പാനാണ് ഞാൻ കർത്താവിൽ പ്രത്യാശ വെച്ചിരിക്കുന്നത്. നിത്യമരണം, എറ്റേണൽ ഡെത്ത് എന്നാണ് നിത്യമരണത്തിന് ഇംഗ്ലീഷിൽ പറയുന്നത്. എറ്റേണൽ ഡെത്ത്, നിത്യമരണം. നിത്യമരണം നമ്മുടെ ജീവിതത്തിൽ വരുന്നതിന് കാരണം പരിശുദ്ധനായ പൗലോസ്ലീഹ റോമർക്കെഴുതിയ ലേഖനം 6-ാം അധ്യായം 16-ാമത്തെ വാക്യവും 21-ാമത്തെ വാക്യവും നമുക്ക് വായിക്കുമ്പോൾ കാണാൻ സാധിക്കും.
പാപത്തിന്റെ അനിവാര്യ ഫലമായിട്ടാണ് നിത്യമരണം സംഭവിക്കുക എന്ന് നമുക്ക് ബൈബിൾ പഠിക്കുമ്പോൾ കാണുവാൻ സാധിക്കും. റോമർക്കെഴുതിയ ലേഖനം 6-ാം അധ്യായം 16-ാം വാക്യം ഞാൻ വായിച്ചു കേൾപ്പിക്കാം. നിങ്ങൾ ദാസന്മാരായി അനുസരിപ്പാൻ നിങ്ങളെ തന്നെ സമർപ്പിക്കുകയും നിങ്ങൾ അനുസരിച്ച് പോരുകയും ചെയ്യുന്നവന് ദാസന്മാർ ആകുന്നു എന്ന് അറിയുന്നില്ലയോ? ഒന്നുകിൽ മരണത്തിനായി പാപത്തിന്റെ ദാസന്മാർ, അല്ലെങ്കിൽ നീതിക്കായി അനുസരണത്തിന്റെ ദാസന്മാർ തന്നെ. അതേ പ്രിയപ്പെട്ടവരെ, നിങ്ങൾ ദാസന്മാരായി അനുസരിപ്പാൻ നിങ്ങളെ തന്നെ സമർപ്പിക്കുകയും നിങ്ങൾ അനുസരിച്ച് പോരുകയും ചെയ്യുന്നവന് ദാസന്മാരാകുന്നു. ഇവിടെ നമുക്ക് കാണുവാൻ സാധിക്കും, ഒരു സമർപ്പണം എന്ന ഒരു വാക്ക് നമുക്കിവിടെ കാണുവാൻ കഴിയും. നിങ്ങൾ ദാസന്മാരായി അനുസരിപ്പാൻ നിങ്ങളെ തന്നെ സമർപ്പിക്കുകയും നിങ്ങൾ അനുസരിച്ച് പോരുകയും ചെയ്യുന്നവന് ദാസന്മാരാകുന്നു എന്ന് അറിയുന്നില്ലയോ? ഒന്നുകിൽ അനുസരണത്തിനായി പാപത്തിന്റെ ദാസന്മാർ, അല്ലെങ്കിൽ നീതിക്കായി അനുസരണത്തിന്റെ ദാസന്മാർ തന്നെ. അതെ, രണ്ട് തരത്തിലുള്ള ദാസന്മാരെ കുറിച്ചാണ് പറയുന്നത്. ദൈവത്തിന്റെ ദാസനായിരിക്കുക എന്നതാണ് ജീവിതത്തിൽ ഏറ്റവും വലിയ സന്തോഷവും ഭാഗ്യവും. ഒന്നുകിൽ മരണത്തിനായി പാപത്തിന്റെ ദാസന്മാർ, അല്ലെങ്കിൽ നീതിക്കായി അനുസരണത്തിന്റെ ദാസന്മാർ തന്നെ. പ്രിയപ്പെട്ടവരെ, നാം മരണത്തിനായി പാപത്തിന്റെ ദാസന്മാരായിരുന്നു. എന്നാൽ ഇപ്പോൾ നീതിക്കായി അനുസരണത്തിന്റെ ദാസന്മാരായി തീരുവാൻ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നമ്മോട് സംസാരിക്കുകയാണ്. അതിനായി നമ്മുടെ ജീവിതം ഈ ആരംഭ സമയം തന്നെ കർത്താവിന്റെ പാദപീഠത്തിൽ ഒരിക്കൽ കൂടി സമർപ്പിക്കുകയാണ്. നിങ്ങൾ ബുദ്ധിയുള്ള ആരാധനയായി നിങ്ങളുടെ ശരീരങ്ങളെ ജീവനും വിശുദ്ധിയും ദൈവത്തിന് പ്രസാദമുള്ള ത്യാഗമായി സമർപ്പിക്കും. അതേപോലെപ്പെട്ടവരെ, എന്താണ് ബുദ്ധിയുള്ള ആരാധന? നിങ്ങൾ ബുദ്ധിയുള്ള ആരാധനയായി നിങ്ങളുടെ ശരീരങ്ങളെ ജീവനും വിശുദ്ധിയും ദൈവത്തിന് പ്രസാദമുള്ള ത്യാഗമായി സമർപ്പിക്കും. അതാണ് പ്രിയപ്പെട്ടവരെ ആരാധന. എന്താണ് ആരാധന എന്ന് ബൈബിൾ നമ്മെ പഠിപ്പിക്കുകയാണ്. നമ്മൾ ബുദ്ധിയുള്ള ആരാധനയെ നിങ്ങളുടെ ശരീരങ്ങളെ, അതേ പ്രിയപ്പെട്ടവരെ, നമുക്ക് ഈ രാത്രി സമയം ഒരു ആരാധന നടത്തേണ്ടിയിരിക്കുന്നു പ്രിയപ്പെട്ടവരെ. അതിനായി നമ്മുടെ ശരീരങ്ങളെ കർത്താവിന്റെ പാദപീഠത്തിലേക്ക് സമർപ്പിച്ച് കൊടുക്കാം. നമ്മുടെ ദേഹവും നമ്മുടെ ദേഹിയും നമ്മുടെ ആത്മാവും സമർപ്പിക്കാം. നമ്മുടെ ഓരോ അവയവങ്ങളും സമർപ്പിക്കാൻ പ്രിയപ്പെട്ടവരെ. നിങ്ങൾ ബുദ്ധിയുള്ള ആരാധനയായി നിങ്ങളുടെ ശരീരങ്ങളെ ജീവനും വിശുദ്ധിയും ദൈവത്തിന് പ്രസാദമുള്ള യാഗമായി സമർപ്പിക്കുന്നു. Don't you know that when you offer yourselves to someone to obey him as slaves, you are slaves to the one whom you obey, whether you are slaves to sin, which leads to death, or to obedience which leads to righteousness. 21-ാം വാക്യം നമുക്ക് വായിച്ചു കേൾക്കാം. നിങ്ങൾക്ക് അന്ന് എന്തോരു ഫലമുണ്ടായിരുന്നു. ഇപ്പോൾ നിങ്ങൾക്ക് ലജ്ജ തോന്നുന്നത് തന്നെ അതിന്റെ അവസാനം മരണമല്ലോ. നിങ്ങൾക്ക് അന്ന് എന്തോരു ഫലമുണ്ടായിരുന്നു. ഇപ്പോൾ നിങ്ങൾക്ക് ലജ്ജ തോന്നുന്നത് തന്നെ അതിന്റെ അവസാനം മരണമല്ലോ. അതേ പ്രിയപ്പെട്ടവരെ, നാം കഴിഞ്ഞ കാലങ്ങളിലേക്ക് തിരിഞ്ഞു നോക്കുമ്പോൾ, നമ്മുടെ ജീവിതത്തിലേക്ക് തിരിഞ്ഞു നോക്കുമ്പോൾ ലജ്ജ തോന്നുന്നത് തന്നെയായിരുന്നു അതിന്റെ അവസാനം മരണമല്ലോ എന്ന്. പാപത്തിന്റെ അനിവാര്യ ഫലമായാണ് നിത്യമരണം സംഭവിക്കുന്നതെന്ന് നാം വായിച്ചു കേട്ടു. What benefit did you reap at that time from the things you are now ashamed of? Those things result in death. അതേ പ്രിയപ്പെട്ടവരെ, റോമർക്കെഴുതിയ ലേഖനം 8-ാം അധ്യായം 13-ാം വാക്യത്തിൽ ഇപ്രകാരം വായിക്കാം: നിങ്ങൾ ജഡത്തെ അനുസരിച്ച് ജീവിക്കുന്നുവെങ്കിൽ മരിക്കും നിശ്ചയം. ആത്മാവിനാൽ ശരീരത്തിന്റെ പ്രവൃത്തികളെ മരിപ്പിക്കുന്നു എങ്കിലോ നിങ്ങൾ ജീവിക്കും. അതെ, നാം പലപ്പോഴും ജഡത്തെ അനുസരിച്ച് ജീവിക്കുന്നവരാണ്. അപ്പോസ്തലനായ പൗലോസ് റോമരോട് പറയുകയാണ്, റോമർക്കെഴുതിയ ലേഖനത്തിൽ പറയുകയാണ്, നിങ്ങൾ ജഡത്തെ അനുസരിച്ച് ജീവിക്കുന്നു എങ്കിൽ മരിക്കും നിശ്ചയം. ആത്മാവിനാൽ ശരീരത്തിന്റെ പ്രവൃത്തികളെ മരിപ്പിക്കുന്നു എങ്കിലോ നിങ്ങൾ ജീവിക്കും. അതേ പ്രിയപ്പെട്ടവരെ, ആത്മാവിനാൽ ശരീരത്തിന്റെ പ്രവൃത്തികളെ മരിപ്പിക്കുന്നുവെങ്കിൽ മാത്രമേ നമുക്ക് ജീവിക്കാൻ കഴിയുകയുള്ളൂ. അതിന് പരിശുദ്ധാത്മാവ് നമ്മളെ സഹായിക്കാൻ പ്രിയപ്പെട്ടവരെ. ആത്മാവിനാൽ ശരീരത്തിന്റെ പ്രവൃത്തികളെ മരിപ്പിക്കുന്നുവെങ്കിലോ നിങ്ങൾ ജീവിക്കും. For if you live according to the sinful nature, you will die. But if by the Spirit you put to death the misdeeds of the body, you will live. പ്രിയപ്പെട്ടവരെ, യാക്കോബ് ശ്ലീഹ എഴുതിയ ലേഖനം 1-ാം അധ്യായം 15-ാം വാക്യത്തിൽ മോഹഗർഭം ധരിച്ച് പാപത്തെ പ്രസവിക്കുന്നു,
പാപം മുഴുത്തിട്ട് മരണത്തെ പേർന്നു എന്ന് നമുക്ക് കാണാൻ കഴിയും. മോഹം ഗർഭം ധരിച്ചാണ് പാപത്തെ പ്രസവിക്കുന്നത്. പാപം മുഴുത്തിട്ട് മരണത്തെ പേറുന്നു. അതേ പ്രിയപ്പെട്ടവരെ, മോഹമാണ് ഗർഭം ധരിക്കുന്നത്. കൺമോഹം, ജഡമോഹം, ജീവനത്തിന്റെ പ്രതാപം, ഇതുമൂലം നാം പാപത്തെ, ഈ മോഹങ്ങൾ ഗർഭം ധരിച്ച പാപത്തെ പ്രസവിക്കുന്നു. പാപം മുഴുത്തിട്ട് മരണത്തെ പേറുന്നു എന്ന് നമുക്ക് കാണാൻ കഴിയും. Then after desire has conceived, it gives birth to sin, and sin, when it is full grown, gives birth to death. അതെ, മോഹം ഗർഭം ധരിച്ച് പാപത്തെ പ്രസവിക്കുന്നു. പാപം മുഴുത്തിട്ട് മരണത്തെ പേറുന്നു. അതേ പ്രിയപ്പെട്ടവരെ, പാപം നമ്മിൽ മുഴുക്കുകയാണോ? മോഹം ഗർഭം ധരിച്ചിട്ട് പാപത്തെ പ്രസവിക്കുന്ന ഒരു അനുഭവമാണ്. അതേ പ്രിയപ്പെട്ടവരെ, നമ്മുടെ ജീവിതത്തിൽ പലപ്പോഴും അങ്ങനെയാണ്. ഒരു മോഹം വഴിയാണ് നമ്മുടെ ജീവിതത്തിൽ പലപ്പോഴും പാപം കടന്നു വരുന്നത്. ശേഷം നാം പാപത്തെ പ്രസവിക്കുന്നു. ആ പാപം മുഴുത്തിട്ട് മരണത്തെ പേറുന്നു. അതേ പ്രിയപ്പെട്ടവരെ, നാം ഇന്ന് മരണം പേറിക്കൊണ്ട് നടക്കുന്നവരാണ്. നാം മരണം പേറിക്കൊണ്ട് നടക്കേണ്ടവരാണ്. ആ മരണം നമുക്ക് ഇന്ന് തന്നെ കർത്താവായ യേശു ക്രിസ്തുവിന്റെ ക്രൂശിലേക്ക് ഇട്ടുകൊടുക്കാൻ പ്രിയപ്പെട്ടവരെ. നമ്മൾ ചുമന്നുകൊണ്ട് നടക്കുന്ന, പേറിക്കൊണ്ട് നടക്കുന്ന ആ മരണം കർത്താവായ യേശു ക്രിസ്തുവിന്റെ ക്രൂശിലേക്ക് ഇട്ടുകൊടുക്കാം. അവനവിടെ മരണവേദന സഹിച്ചിട്ടുണ്ട് പ്രിയപ്പെട്ടവരെ. അവന്റെ അടിപ്പിടലുകളാൽ നമുക്ക് സൗഖ്യം വന്നിരിക്കുന്നു. നാം ഏൽക്കേണ്ട ശിക്ഷ കർത്താവായ യേശു ക്രിസ്തു വഹിച്ചിരിക്കുന്നു പ്രിയപ്പെട്ടവരെ. നാം ആയിരുന്നു മരണശിക്ഷ വഹിക്കേണ്ടത്. എന്നാൽ നമ്മൾ ഏൽക്കേണ്ട മരണശിക്ഷ കർത്താവായ യേശു ക്രിസ്തു ക്രൂശിന്മേൽ രുചി നോക്കിയെന്ന് നമുക്ക് കാണുവാൻ കഴിയും പ്രിയപ്പെട്ടവരെ. അടുത്തതായി നമുക്ക് നിത്യമരണത്തിന്റെ രണ്ടാമതായിട്ടുള്ള കാരണം പാപത്തിന്റെ ശമ്പളം മരണമത്ര എന്ന് നമുക്ക് കാണാൻ കഴിയും. പാപത്തിന്റെ ശമ്പളമാണ് മരണം. റോമർക്കെഴുതിയ ലേഖനം 6-ാം അധ്യായം 23-ാം വാക്യം, പാപത്തിന്റെ ശമ്പളം മരണമത്രേ, ദൈവത്തിന്റെ കൃപാവരമോ നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിൽ നിത്യജീവൻ തന്നെ. അതേ പ്രിയപ്പെട്ടവരെ, പാപത്തിന്റെ ശമ്പളം എന്താണ്? മരണമാണ്. ദൈവത്തിന്റെ കൃപാവരമോ നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിൽ നിത്യജീവൻ തന്നെ. അതേ പ്രിയപ്പെട്ടവരെ, പാപത്തിന്റെ ശമ്പളമായി നാം മരണം രുചി നോക്കുന്നു. എന്നാൽ ദൈവത്തിന്റെ കൃപാവരമോ നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിൽ നിത്യജീവൻ തന്നെ. നിത്യജീവൻ തരുന്ന നല്ലൊരു പിതാവ് നമുക്കുണ്ട് പ്രിയപ്പെട്ടവരെ. നമ്മുടെ അപ്പൻ നമുക്ക് നിത്യജീവൻ നൽകുന്നവനാണ്. For the wages of sin is death, but the gift of God is eternal life in Christ Jesus our Lord. For the wages of sin is death. അതേ പ്രിയപ്പെട്ടവരെ, പാപത്തിന്റെ ശമ്പളം മരണമത്രേ, ദൈവത്തിന്റെ കൃപാവരമോ നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിൽ നിത്യജീവൻ തന്നെ. നമുക്ക് നിത്യജീവൻ പകർന്നു തരുന്ന ഒരു സ്നേഹമുള്ള പിതാവാണ് നമുക്കുള്ളത് പ്രിയപ്പെട്ടവരെ. നാം ദൈവത്തെ പിതാവെന്ന് കാണാറുണ്ടോ പ്രിയപ്പെട്ടവരെ? നാം ദൈവത്തെ ഒരു ഭീകരനായിട്ടാണോ കാണുന്നത്? അതോ ദൈവത്തെ ഒരു ഭയമാണോ നമുക്ക്? നമ്മുടെ പിതാവിനെ പോലെ കണ്ട് നമുക്ക് ദൈവത്തെ കാണുവാൻ സാധിക്കുന്നുണ്ടോ? പിതാവാം ദൈവത്തോട് നമ്മൾ ഒരു പിതാവിനെ പോലെ സംസാരിക്കാറുണ്ടോ? കർത്താവായ യേശുക്രിസ്തുവിനെ നമ്മുടെ പിതാവെന്ന് വിളിച്ച് നാം സംസാരിക്കാറുണ്ടോ? പരിശുദ്ധാത്മാവാം ദൈവത്തെ നാം പിതാവെന്ന പോലെ കാണാറുണ്ടോ പ്രിയപ്പെട്ടവരെ? ദൈവം എന്റെ പിതാവായപ്പോൾ, അതേ പ്രിയപ്പെട്ടവരെ, എന്റെ 15-ാമത്തെ വയസ്സിൽ എന്റെ പിതാവ് ഈ ഭൂമിയിൽ നിന്ന് കടന്നുപോയ ശേഷം എനിക്ക് സ്വർഗത്തിലെ അപ്പനെ അപ്പ എന്ന് വിളിക്കാൻ അവൻ എന്നെ പഠിപ്പിച്ചിട്ടുണ്ട്. എനിക്ക് സ്വർഗത്തിലൊരു അപ്പനുണ്ട്. എന്റെ ജീവിതത്തിൽ അനേകം വീഴ്ചകളും താഴ്ചകളും പരാജയങ്ങളെല്ലാം ഉണ്ടായപ്പോഴും അപ്പ എന്ന് വിളിപ്പാൻ, അപ്പ ഞാൻ സ്വർഗത്തോട് നിന്നോട് പാപം ചെയ്തു പോയി, നിന്റെ മകനത് പേരിനെയും യോഗ്യനല്ല, നിന്റെ കൂലിക്കാരോടതിനെ പോലെ എന്നെ ആക്കണമേ എന്ന് പറയുമ്പോൾ സ്നേഹിക്കുന്ന കർത്താവിന്റെ സ്നേഹം നമുക്ക് അനുഭവിച്ചറിയാൻ കഴിയും പ്രിയപ്പെട്ടവരെ. ആ സ്വർഗത്തിന് നല്ല പിതാവിനെ അപ്പ എന്ന് വിളിപ്പാൻ നിങ്ങൾക്ക് അപ്പ പിതാവേ എന്ന് വിളിക്കുന്ന ആ പുത്രത്വത്തിന്റെ ആത്മാവിനെ തരുവാൻ ഇന്ന് സ്വർഗം കഴിയുന്ന ദിവസമാണ് പ്രിയപ്പെട്ടവരെ. നിങ്ങൾക്ക് അപ്പ പിതാവേ എന്ന് വിളിക്കാൻ പ്രിയപ്പെട്ടവരെ. സ്വർഗത്തിലെ അപ്പനെ അപ്പ എന്ന് വിളിപ്പാനുള്ള ഒരു ഭാഗ്യം, അതാണ് ഈ ഭൂമിയിൽ വെച്ച് നേടാവുന്ന ഏറ്റവും വലിയ ഭാഗ്യം പ്രിയപ്പെട്ടവരെ. അടുത്തത് നിത്യമരണത്തിന്റെ ദുഷ്ടരുടെ പങ്ക്. നിത്യമരണത്തിൽ ദുഷ്ടരുടെ പങ്ക് എന്ന് ബൈബിൾ പറയുന്നുണ്ട്. അത് നമുക്ക് ചിന്തിക്കാം. പുതിയ നിയമ പുസ്തകം മത്തായിയുടെ സുവിശേഷം 25-ാം അധ്യായം 41-46 വാക്യം നാം വായിച്ചു കേൾക്കാം. പിന്നെ അവൻ ഇടത്തുള്ളവരോട്, ശപിക്കപ്പെട്ടവരെ, എന്നെ വിട്ട് പിതാവിനും അവന്റെ ദൂതന്മാർക്കും ഒരുക്കിയിരിക്കുന്ന നിത്യ അഗ്നിയിലേക്ക് പോകുവിനെന്ന് കാണുവാൻ കഴിയും. പിന്നെ അവൻ ഇടത്തുള്ളവരോട്, ശപിക്കപ്പെട്ടവരെ, എന്നെ വിട്ട് പിതാവിനും അവന്റെ ദൂതന്മാർക്കും ഒരുക്കിയിരിക്കുന്ന നിത്യ അഗ്നിയിലേക്ക് പോകുകയും. യേശുക്രിസ്തു രണ്ടാമത് വരുന്നതിന് ശേഷം
അവൻ ഇടത്തുള്ളവരോടും വലത്തുള്ളവരെയുമായി വേർതിരിച്ചിരിക്കുന്നതായിട്ട് കാണാൻ സാധിക്കും പ്രിയപ്പെട്ടവരെ. അപ്പോൾ ഇടത്തുള്ളവരോട് കർത്താവ് പറയുകയാണ്, ശപിക്കപ്പെട്ടവരെ, എന്റെ വീട്ടിൽ പിശാചിനും അവരുടെ ദൂതന്മാർക്കും ഒരുക്കിയിരിക്കുന്ന നിത്യ അഗ്നിയിലേക്ക് പോകുകയും. അതേ പ്രിയപ്പെട്ടവരെ, നിത്യ അഗ്നി ഒരുക്കി വെച്ചിരിക്കുന്നത് നമുക്കാർക്കുമല്ല, അത് പിശാചിനും അവരുടെ ദൂതന്മാർക്കുമാണ് പ്രിയപ്പെട്ടവരെ. നമുക്കാർക്കും നിത്യ അഗ്നിയിലേക്ക് പോകേണ്ട ആവശ്യമില്ല, അത് പിശാചിനും അവരുടെ ദൂതന്മാർക്കും ഉള്ളതാണ്. Then he will say to those on his left, depart from me, you who are cursed, into the eternal fire prepared for the devil and his angels. Devil and his angels. പിശാചിനും അവരുടെ ദൂതന്മാർക്കുമാണ് ആ നിത്യ അഗ്നി ഒരുക്കി വെച്ചിരിക്കുന്നതെന്ന് നമുക്ക് കാണാൻ കഴിയും. അടുത്ത 46-ാം വാക്യം, ഇവർ നിത്യദണ്ഡനത്തിലേക്കും നീതിമാന്മാർ നിത്യജീവനിലേക്കും പോകും. പറയുകയാണ്, ഇവർ നിത്യദണ്ഡനത്തിലേക്കും നീതിമാന്മാർ നിത്യജീവനിലേക്കും പോകുമെന്ന്. Then they will go away to eternal punishment, but the righteous to eternal life. അതേ പ്രിയപ്പെട്ടവരെ, നീതിമാന്മാരാകാൻ പ്രിയപ്പെട്ടവരെ, എങ്ങനെ നമുക്ക് ഈ ഭൂമിയിൽ നീതിമാന്മാരാകാൻ കഴിയും? കർത്താവായ യേശുക്രിസ്തുവിന്റെ രക്തം നമുക്ക് വേണ്ടി ഗുണകരമായി സംസാരിക്കുന്നു പ്രിയപ്പെട്ടവരെ. യേശുക്രിസ്തുവിന്റെ ക്രൂശിൽ ചൊരിഞ്ഞ പരിശുദ്ധ രക്തത്താൽ മാത്രമേ നമുക്ക് നീതിമാന്മാരായി ജീവിക്കാൻ കഴിയുകയുള്ളൂ പ്രിയപ്പെട്ടവരെ. ആ രക്തത്തിൽ നമുക്ക് ആശ്രയിക്കാൻ പ്രിയപ്പെട്ടവരെ. കർത്താവായ യേശുക്രിസ്തുവിന്റെ രക്തം ഈ സമയം നമ്മളെ കഴുകും പ്രിയപ്പെട്ടവരെ. അവിടുത്തെ പരിശുദ്ധമാർന്ന രക്തം, ക്രൂശിൽ ചൊരിഞ്ഞ രക്തത്തിൽ നാം ആശ്രയിക്കുക, നമുക്കും നീതിമാന്മാരാകാൻ പ്രിയപ്പെട്ടവരെ. നീതിമാന്മാർ നിത്യജീവനിലേക്ക് പോകും. ഇവർ നിത്യദണ്ഡനത്തിലേക്കും നീതിമാന്മാർ നിത്യജീവനിലേക്കും പോകും. അടുത്തതായ റോമന്റെ ലേഖനം 1-ാം അധ്യായം 32-ാം വാക്യം, ഈ വക പ്രവർത്തിക്കുന്നവർ മരണയോഗ്യർ എന്നുള്ള ദൈവന്യായം അവർ അറിഞ്ഞിട്ടും അവയെ പ്രവർത്തിക്കുക മാത്രമല്ല, പ്രവർത്തിക്കുന്നവരിൽ പ്രസാദിക്കുകയും കൂടെ ചെയ്യുന്നു. റോമന്റെ ലേഖനം 1-ാം അധ്യായം 32-ാം വാക്യം, ഈ വക പ്രവർത്തിക്കുന്നവർ ഏതെല്ലാം വകയാണ് പ്രിയപ്പെട്ടവരെ പ്രവർത്തിക്കുന്നത്? വായിച്ചു കേൾക്കാം. ദൈവത്തെ പരിജ്ഞാനത്തിൽ ധരിപ്പാൻ ഇഷ്ടമില്ലാത്തതിന് തക്കവണ്ണം ദൈവം അവരെ ഉചിതമല്ലാത്തത് ചെയ്യുവാൻ നികൃഷ്ട ബുദ്ധിയിൽ ഏൽപ്പിച്ചു. അവർ സകല അനീതിയും ദുഷ്ടതയും അത്യാഗ്രഹവും ദുർബുദ്ധിയും നിറഞ്ഞവർ, അസൂയ, കൊല, പിണക്കം, കപടം, ദുശീലം എന്നിവ തിങ്ങിയവർ, കുരളക്കാർ, ഏഷണിക്കാർ, ദൈവദോഷികൾ, നിഷ്ഠൂരന്മാർ, ഗർവിഷ്ഠന്മാർ, ആത്മപ്രശംസക്കാർ, പുതുദോഷം സങ്കല്പിക്കുന്നവർ, മാതാപിതാക്കന്മാരെ അനുസരിക്കാത്തവർ, ബുദ്ധിഹീനർ, നിയമലംഘികൾ, വാത്സല്യമില്ലാത്തവർ, കനിവറ്റവർ, ഈ വക പ്രവർത്തിക്കുന്നവർ മരണയോഗ്യർ എന്നുള്ള ദൈവന്യായം അവർ അറിഞ്ഞിട്ടും അവയെ പ്രവർത്തിക്കുക മാത്രമല്ല, പ്രവർത്തിക്കുന്നവരിൽ പ്രസാദിക്കുകയും കൂടെ ചെയ്യുന്നു. അത് പ്രിയപ്പെട്ടവരെ, although they know God's righteous decree that those who do such things deserve death, they not only continue to do these very things but also approve of those who practice them. ഈ വക പ്രവർത്തിക്കുന്നവർ മരണയോഗ്യർ എന്നുള്ള ദൈവന്യായം അവർ അറിഞ്ഞിട്ടും അവയെ പ്രവർത്തിക്കുക മാത്രമല്ല, പ്രവർത്തിക്കുന്നവരിൽ പ്രസാദിക്കുകയും കൂടെ ചെയ്യുന്നു. അതെ, നാം കണ്ടു കഴിഞ്ഞു ദുഷ്ടരുടെ പങ്ക്. നിത്യമരണത്തിൽ ദുഷ്ടരുടെ പങ്ക് നാം വായിച്ചു. ഇനി നിത്യമരണത്തിലേക്കുള്ള വഴി എന്താണ്? നിത്യമരണത്തിലേക്കുള്ള വഴി എന്ന് മത്തായി എഴുതിയ സുവിശേഷം 7-ാം അധ്യായം 13-ാം വാക്യം നമുക്ക് വായിച്ചു കേൾക്കാം. കർത്താവായ യേശുക്രിസ്തു തന്റെ ഗിരിപ്രഭാഷണത്തിൽ പറയുകയാണ്, ഇടുക്കു വാതിലൂടെ അകത്ത് കടപ്പിൻ, നാശത്തിലേക്ക് പോകുന്ന വാതിൽ വീതിയുള്ളതും വഴി വിശാലവും അതിൽ കൂടി കടക്കുന്നവർ അനേകരും ആവുന്നു. അത് കർത്താവായ യേശുക്രിസ്തുവിന്റെ നാവിൽ നിന്നും ഒഴിഞ്ഞതായ വാക്കുകളാണ്. നിത്യമരണത്തിലേക്കുള്ള വഴിയെക്കുറിച്ച് പറഞ്ഞിരിക്കുന്നു. ഇടുക്കു വാതിലൂടെ അകത്ത് കടപ്പിൻ. നമ്മളോട് കർത്താവായ യേശുക്രിസ്തു പറയുകയാണ്, ഇടുക്കു വാതിലൂടെ അകത്ത് കടപ്പിനെന്ന്. നാശത്തിലേക്ക് പോകുന്ന വാതിൽ വീതിയുള്ളതും വഴി വിശാലവും അതിൽ കൂടി കടക്കുന്നവർ അനേകരുമാകുന്നു. Enter through the narrow gate, for wide is the gate and broad is the road that leads to destruction, and many enter through it. അതേ പ്രിയപ്പെട്ടവരെ, നാശത്തിലേക്ക് പോകുന്ന വാതിൽ വീതിയുള്ളതാണ്, വഴി വിശാലവുമാണ്, അതിൽ കൂടി കടക്കുന്നവർ അനേകരുമാകുന്നുവെന്ന് കർത്താവായ യേശുക്രിസ്തു ഇന്നത്തെ ജനസമൂഹത്തെ കണ്ടുകൊണ്ട് നൂറ്റാണ്ടുകൾക്ക് മുമ്പേ പറഞ്ഞതാണ്. പ്രിയപ്പെട്ടവരെ, നാശത്തിലേക്ക് പോകുന്ന ആ വീതിയുള്ള വഴിയിൽ കൂടി ഇന്ന് അനേകർ പാഞ്ഞ് ആ നിത്യനാശത്തിലേക്ക്, നിത്യമരണത്തിലേക്ക് പോയി
ചാടിക്കൊണ്ടിരിക്കുന്ന ഒരു അവസ്ഥയാണ് പ്രിയപ്പെട്ടവരെ. എന്നാൽ ഇടുക്കുവാതിലൂടെ അകത്ത് കടപ്പിനെന്ന് കർത്താവായ യേശുക്രിസ്തു നമ്മെ ഓർമ്മിപ്പിക്കുകയാണ്. അതേ പ്രിയപ്പെട്ടവരെ, ഇടുക്കുവാതില് ഏതാണ് ആ ഇടുക്കുവാതില്? എങ്കിലും പടയാളികളിൽ ഒരുത്തൻ കുന്തം കൊണ്ട് യേശുവിന്റെ വിലാപ്പുറത്ത് കുത്തി ഉടനെ രക്തവും വെള്ളവും ഒഴുകി പ്രിയപ്പെട്ടവരെ. ആ കർത്താവായ യേശുക്രിസ്തുവിന്റെ ഹൃദയം തുറക്കപ്പെട്ടിട്ടുണ്ട് പ്രിയപ്പെട്ടവരെ. നമുക്ക് ആ ഇടുക്കുവാതിലൂടെ ഉള്ളിൽ കിടക്കാൻ പ്രിയപ്പെട്ടവരെ. അതാണ് പ്രിയപ്പെട്ടവരെ ഇടുക്കുവാതില്. ആ വാതിൽ നാം ആരും കാണാതെ പോകരുത്. കർത്താവായ യേശുക്രിസ്തുവിന്റെ തുറക്കപ്പെട്ട വിലാവ് ആ ഹൃദയത്തിനുള്ളിൽ നമുക്ക് കയറി കൂടണം പ്രിയപ്പെട്ടവരെ. നാം ഇടുക്കുവാതിലൂടെ അത് കിടപ്പിനെന്ന് കർത്താവ് ഓർമ്മിപ്പിക്കുകയാണ്. അടുത്ത നാലാമതായി നിത്യമരണത്തിലേക്ക് നയിക്കുന്ന ഒരു കാര്യമാണ് സ്വയനീതി. സ്വയനീതി നമ്മളിൽ പല പ്രാവശ്യം വരാറുണ്ട്. സ്വയം നമ്മൾ നീതീകരിക്കുന്നവരാണ്. നിത്യമരണത്തിലേക്ക് സ്വയനീതി നയിക്കുമെന്ന് ബൈബിൾ പഠിപ്പിക്കുകയാണ് പ്രിയപ്പെട്ടവരെ. ശലോമോൻ സദൃശവാക്യങ്ങൾ പറയുകയാണ്, 14-ാം അധ്യായം 12-ാം വാക്യം. ചിലപ്പോൾ ഒരു വഴി മനുഷ്യന് ചൊവ്വായി തോന്നും, അതിന്റെ അവസാനമോ മരണവഴികൾ അത്രേ. ചിലപ്പോൾ ഒരു വഴി മനുഷ്യന് ചൊവ്വായി തോന്നും, അതിന്റെ അവസാനമോ മരണവഴികൾ തന്നെ. There is a way that seems right to a man, but in the end it leads to death. ചിലപ്പോൾ ഒരു വഴി മനുഷ്യന് ചൊവ്വായി തോന്നും, അതിന്റെ അവസാനമോ മരണവഴികൾ അത്രേ. പ്രിയപ്പെട്ടവരെ, നാം പലപ്പോഴും ധരിക്കാറുണ്ട് നാം പോകുന്ന വഴി വളരെ നല്ല വഴിയാണെന്ന് നാം പലപ്പോഴും ധരിക്കാറ്. അത് ചിലപ്പോൾ നമുക്ക് ചൊവ്വായി തോന്നും, ഇപ്പൊ ഞാൻ പോകുന്ന നല്ല വഴിയിൽ കൂടിയാണെന്ന് എന്ന്. എന്നാൽ അതിന്റെ അവസാനമോ മരണവഴികൾ തന്നെ എന്ന്. പ്രിയപ്പെട്ടവരെ, നമ്മുടെ വഴിയുടെ അവസാനം അറിയുന്ന ഒരു പരിശുദ്ധാത്മാവ് ഉണ്ട് പ്രിയപ്പെട്ടവരെ. നാം ഇന്ന് സ്ട്രെയിറ്റ് ആയിട്ടുള്ള വഴിക്കാണോ പോകുന്നതെന്ന് നോക്കിക്കാണുന്ന ഒരു പരിശുദ്ധാത്മാവിനെ നമുക്ക് അറിയാൻ പ്രിയപ്പെട്ടവരെ. നാം തെറ്റായ വഴിക്കാണ് ചരിച്ചുകൊണ്ടിരിക്കുന്നതെങ്കിൽ വഴി ഇതാവുന്ന മകനെ, ഇതിൽ നടന്നുകൊണ്ടിരുന്നുള്ള ഒരു ശബ്ദം നമ്മുടെ പുറകിൽ നിന്ന് കേൾക്കും. അപ്പോൾ ഈ പരിശുദ്ധാത്മാവ് നമ്മളെ സഹായിക്കും പ്രിയപ്പെട്ടവരെ. നമ്മുടെ വഴികൾ ഇന്ന് മരണത്തിലേക്കുള്ള വഴികളാണെങ്കിൽ ഇന്ന് ഇവിടെ വെച്ച് തിരിയേണ്ട സമയമാണ് പ്രിയപ്പെട്ടവരെ. നമുക്കറിയാം, നാം എറണാകുളത്തേക്ക് പോകണമെങ്കിൽ നേരെ മൂവാറ്റുപുഴ ചെന്നിട്ട് ലെഫ്റ്റ് തിരിഞ്ഞാണ് കൊലഞ്ചേരി വഴിയാണ് മൂവാറ്റുപുഴയ്ക്ക് പോകേണ്ടത്. എന്നാൽ നാം ഇവിടെ നിന്ന് പോകുമ്പോൾ നേരെ അങ്കമാലി വഴി നേരെ പോയി കഴിഞ്ഞാൽ ഒരിക്കലും എവിടെ എത്തിക്കുകയില്ല, എറണാകുളത്ത് എത്തിക്കുകയില്ല പ്രിയപ്പെട്ടവരെ. എന്നാൽ വഴി തെറ്റി എന്ന് അറിഞ്ഞാൽ നാം തിരിഞ്ഞ് നാം ശരിയായ പാതയിൽ കൂടി നാം സഞ്ചരിച്ചെങ്കിൽ മാത്രമേ നമുക്ക് എറണാകുളത്ത് എത്തിച്ചേരാൻ കഴിയുള്ളൂ പ്രിയപ്പെട്ടവരെ. ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നമ്മൾ സ്വർഗത്തിലേക്ക് നോക്കി യാത്ര ചെയ്യേണ്ടവരാണ് പ്രിയപ്പെട്ടവരെ. കർത്താവായ യേശുക്രിസ്തുവിന്റെ മുഖത്തേക്ക് നോക്കി യാത്ര ചെയ്താൽ നമ്മുടെ വഴി തെറ്റുകയില്ല പ്രിയപ്പെട്ടവരെ. വഴിത്തെറ്റുകൾ വന്നാലും അത് നേരെയാക്കുന്ന ഒരു പരിശുദ്ധാത്മാവ് നമ്മുടെ പിന്നാലെ നിൽക്കുന്നു പ്രിയപ്പെട്ടവരെ. പരിശുദ്ധാത്മാവിനെ നമുക്ക് ക്ഷണിക്കാൻ പ്രിയപ്പെട്ടവരെ. കർത്താവെ, ഞങ്ങളുടെ വഴികൾ തെറ്റാണെങ്കിൽ കർത്താവെ ഇന്ന് തന്നെ നേരെയാക്കി, കർത്താവെ നിത്യതയ്ക്ക് വേണ്ടി നിന്റെ സ്വരാജ്യം ലക്ഷ്യമാക്കി ഓടുവാൻ നിങ്ങൾ സഹായിക്കണമേ നിങ്ങൾ പ്രാർത്ഥിക്കുകയാണ്. പാവം നിത്യമരണം ദൈവത്തിനെ വരുത്താനാവുകയുള്ളൂ പ്രിയപ്പെട്ടവരെ. നിത്യമരണം ദൈവത്തിന് മാത്രമേ വരുത്തുവാൻ കഴിയുകയുള്ളൂ. മത്തായിയുടെ സുവിശേഷം 10-ാം അധ്യായം 28-ാം വാക്യത്തിൽ നമുക്ക് വായിക്കാം, ദേഹിയെ കൊല്ലുവാൻ കഴിയാതെ ദേഹത്തെ കൊല്ലുന്നവരെ ഭയപ്പെടേണ്ട, ദേഹിയെയും ദേഹത്തെയും നരകത്തിൽ നശിപ്പിക്കാൻ കഴിയുന്നവനെ തന്നെ ഭയപ്പെടുകയെന്ന് പ്രിയപ്പെട്ടവരെ. ദേഹിയെ കൊല്ലുവാൻ കഴിയാതെ ദേഹത്തെ കൊല്ലുന്നവരെ ഭയപ്പെടേണ്ട, ദേഹിയെയും ദേഹത്തെയും നരകത്തിൽ നശിപ്പിക്കാൻ കഴിയുന്നവനെ തന്നെ ഭയപ്പെടുകയെന്ന്. Do not be afraid of those who kill the body but cannot kill the soul. Rather be afraid of the one who can destroy both the soul and body in hell. പ്രിയപ്പെട്ടവരെ, നമ്മുടെ ശരീരത്തെ മാത്രം കൊല്ലുവാൻ കഴിയുന്നതെന്ന് ഓർത്ത് നാം ഭയപ്പെടേണ്ട പ്രിയപ്പെട്ടവരെ. എന്നാൽ നമ്മുടെ ദേഹത്തെയും ദേഹിയെയും ഒരുപോലെ കൊല്ലുവാൻ കഴിയുന്നത് ദൈവത്തിന് മാത്രമേ കഴിയുള്ളൂ പ്രിയപ്പെട്ടവരെ. നമുക്കറിയാം, ഈ ഇന്ത്യ മഹാരാജ്യത്ത് അനേക സുവിശേഷ വിരോധികളാൽ അനേകം ദേവദാസന്മാർ പീഡിപ്പിക്കപ്പെടുന്നത് നാം കണ്ടിട്ടുണ്ട് പ്രിയപ്പെട്ടവരെ. നമുക്കറിയാം, ഗ്രഹാം സ്റ്റേറ്റ്സും അദ്ദേഹത്തിന്റെ ഭാര്യയും കുഞ്ഞുങ്ങളെയും എല്ലാം ഈ ഇന്ത്യയിലെ സുവിശേഷ വിരോധികൾ കാപാലികർ അവരെ തീപ്പന്തമാക്കിയിട്ടുണ്ട്. അനേക സുവിശേഷകരെ തല്ലിച്ചതച്ചിട്ടുണ്ട്. എന്നാൽ അവരോടുള്ള ഒരു മെസ്സേജ്, ദേഹിയെ കൊല്ലുവാൻ കഴിയുന്നവരെ, ദേഹത്തെ കൊല്ലുവാൻ കഴിയുന്നവരെ നാം ഭയപ്പെടേണ്ട പ്രിയപ്പെട്ടവരെ. എന്നാൽ ദേഹത്തെയും ദേഹിയെയും നിത്യനരകത്തിൽ ദേഹിയെയും നരകത്തിൽ നശിപ്പിക്കാൻ കഴിയുന്നവരെ തന്നെ ഭയപ്പെടുകയും പ്രിയപ്പെട്ടവരെ. യാക്കോബ് ശ്ലീഹ 4-ാം അധ്യായം 12-ാം വാക്യത്തിൽ ഇപ്രകാരം പറയുന്നു, ന്യായപ്രമാണ കർത്താവും ന്യായാധിപതിയും ഒരുവനേ ഉള്ളൂ, രക്ഷിപ്പിക്കാനും
നശിപ്പിപ്പാനും ശക്തനായവൻ തന്നെ കൂട്ടുകാരനെ വിധിപ്പാൻ നീ ആര്? ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് യാക്കോബ് ശ്ലീഹായുടെ നാവിൽ കൂടി ചോദിക്കുകയാണ്, കൂട്ടുകാരനെ വിധിപ്പാൻ നീ ആര് എന്ന്. പലപ്പോഴും നാം കൂട്ടുകാരെ വിധിക്കുന്നവരാണ്. പക്ഷെ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ചോദിക്കുകയാണ്, ന്യായപ്രമാണ കർത്താവും ന്യായാധിപതിയും ഒരുവനേ ഉള്ളൂ, രക്ഷിപ്പാനും നശിപ്പിപ്പാനും ശക്തനായവൻ തന്നെ കൂട്ടുകാരനെ വിധിപ്പാൻ നീ ആര്? ഓ, ന്യായപ്രമാണ കർത്താവായ യേശു ക്രിസ്തുവാണ്. ന്യായാധിപതിയും കർത്താവാണ്. പ്രിയപ്പെട്ടവരെ, ഒരുവനേ ഉള്ളൂ, രക്ഷിപ്പാനും നശിപ്പിപ്പാനും ശക്തനായവൻ തന്നെ. ദൈവത്തിന് രക്ഷിപ്പാനും കഴിയും, നശിപ്പിപ്പാനും കഴിയും. പ്രിയപ്പെട്ടവരെ, അതുകൊണ്ട് കർത്താവ് പറയുകയാണ്, കൂട്ടുകാരനെ വിധിപ്പാൻ നീ ആരെന്ന്. പ്രിയപ്പെട്ടവരെ, ആരെയും വിധിപ്പാൻ ദൈവം നമ്മളെ പരികൽപ്പിച്ചിട്ടില്ല. പ്രിയപ്പെട്ടവരെ, നമ്മളിൽ മറ്റുള്ളവരെ വിധിക്കുന്ന സ്വഭാവം നമുക്കുണ്ടെങ്കിൽ, മറ്റുള്ളവരുടെ കുറ്റം കാണുന്ന ഒരു സ്വഭാവം നമ്മളിൽ ഉണ്ടെങ്കിൽ, പ്രിയപ്പെട്ടവരെ, കർത്താവ് പറയുകയാണ്, കൂട്ടുകാരനെ വിധിപ്പാൻ നീ ആരെന്ന് ചോദിക്കുകയാണ്. പ്രിയപ്പെട്ടവരെ, ഇന്നു മുതൽ കൂട്ടുകാരനെ വിധിക്കുന്ന ഒരു സ്വഭാവം നമ്മളിൽ ഉണ്ടെങ്കിൽ, പ്രിയപ്പെട്ടവരെ, നാം ഇന്ന് സ്റ്റോപ്പ് ചെയ്യേണ്ടതാവുന്നു. There is only one lawgiver and a judge, the one who is able to save and destroy. But you, who are you to judge your neighbor? ദൈവം ചോദിക്കുകയാണ്, who are you to judge your neighbor? നിന്റെ അയൽക്കാരനെ വിധിപ്പാൻ നീ ആരെന്ന്, നിന്റെ കൂട്ടുകാരനെ വിധിപ്പാൻ ആരെന്ന്. പ്രിയപ്പെട്ടവരെ, അതുകൊണ്ട് നമ്മൾ ആരുടെയും കുറ്റം കാണുകയില്ല എന്ന് തീരുമാനിക്കുക. പ്രിയപ്പെട്ടവരെ, ഞാൻ എൻ്റെ കുറ്റം മാത്രം കാണും, മറ്റാരുടെയും കുറ്റം കാണുകയില്ല. ഇന്നും ഒരു പുതിയ തീരുമാനം എടുത്തു. പ്രിയപ്പെട്ടവരെ, ജീവിതത്തിൽ വൻ വിപ്ലവകരമായ ഒരു മാറ്റം നമ്മുടെ ജീവിതത്തിൽ കാണാൻ സാധിക്കും. ഞാൻ എൻ്റെ ജീവിതത്തിലെ കുറ്റം മാത്രം കാണും, എൻ്റെ കുറ്റം മാത്രം ഞാൻ കാണും. പ്രിയപ്പെട്ടവരെ, മറ്റാരുടെയും കുറ്റം കാണുകയില്ല. ഓ, ഹല്ലേലൂയ! അതിന് കർത്താവ് ഇന്നു മുതൽ നിങ്ങൾക്ക് കൃപ തരട്ടെ. പ്രിയപ്പെട്ടവരെ, ദൈവത്തോട് നാം തീരുമാനം പറയുക, കർത്താവേ, ഇന്നു മുതൽ ഞാൻ എൻ്റെ കുറ്റം കാണുന്നവനായിരിക്കും, മറ്റൊരു കുഞ്ഞിൻ്റെ പോലും കുറ്റം ഞാൻ കാണുകയില്ലപ്പാ. ഓ, സ്വർഗ്ഗത്തിലെ ദൈവം പറയുകയാണ്, കൂട്ടുകാരനെ വിധിപ്പാൻ നീ ആരെന്ന്. ഇനി മറ്റുള്ളവരെ വിധിക്കുകയില്ലപ്പാ. അടുത്ത് നിത്യമരണം വിവരിക്കപ്പെട്ടിരിക്കുന്നു. ഈ ബൈബിളിൽ നിത്യമരണത്തെക്കുറിച്ച് വിവരിക്കപ്പെട്ടതായിട്ട് ചില ഭാഗങ്ങൾ നമുക്ക് കാണാൻ കഴിയും. ഒന്നാമതായി, കർത്താവിന്റെ സാന്നിധ്യത്തിൽ നിന്നുള്ള ബഹിഷ്കരണം എന്നാണ് പ്രിയപ്പെട്ടവരെ നമുക്ക് കാണാൻ കഴിയുന്നത്. നിത്യമരണം എന്ന് പറഞ്ഞാൽ കർത്താവായ യേശു ക്രിസ്തുവിന്റെ സാന്നിധ്യത്തിൽ നിന്നും ഒരു ബഹിഷ്കരണം. ഓ, കർത്താവിന്റെ സാന്നിധ്യം അനുഭവിച്ചവർക്കറിയാം, ആ കർത്താവിന്റെ സാന്നിധ്യം നമ്മളെ നിന്ന് വിട്ടു മാറിപ്പോയാൽ വേദന എന്തെന്ന്. പ്രിയപ്പെട്ടവരെ, ഒരു മീനിനെ സമുദ്രത്തിൽ വെള്ളത്തിൽ നിന്ന് പിടിച്ച് കരയിലിട്ടിയ ഒരു അനുഭവമായിരിക്കും പ്രിയപ്പെട്ടവരെ കർത്താവിന്റെ സാന്നിധ്യത്തിൽ നിന്നുള്ള ബഹിഷ്കരണം. കർത്താവിന്റെ നമുക്ക് വായിച്ചു കേൾക്കാം. 2 തെസ്സലോനിക്കർക്കെഴുതിയ ലേഖനം 1-ാം അധ്യായം 10-ാം വാക്യം. സുവിശേഷം അനുസരിക്കാത്തവർ കർത്താവിന്റെ സന്നിധാനവും അവന്റെ വല്ലഭത്വത്തോടു കൂടിയ മഹത്വവും വിട്ടകന്ന് നിത്യനാശം എന്ന ശിക്ഷാവിധി അനുഭവിക്കും. അതേ പ്രിയപ്പെട്ടവരെ, സുവിശേഷം അനുസരിക്കാത്തവർ കർത്താവിന്റെ സന്നിധാനവും അവന്റെ വല്ലഭത്വത്തോടു കൂടിയ മഹത്വവും വിട്ടകന്ന് നിത്യനാശം എന്ന ശിക്ഷാവിധി അനുഭവിക്കും. അതെ, സുവിശേഷം അനുസരിക്കാതിരിക്കുക, അത് കർത്താവിന്റെ സന്നിധാനവും അവന്റെ വല്ലഭത്വത്തോടുകൂടിയ മഹത്വവും വിട്ടകന്ന്. ഓ, കർത്താവിന്റെ സന്നിധാനം വിട്ടകലുക. പ്രിയപ്പെട്ടവരെ, കർത്താവിന്റെ സാന്നിധ്യം എന്താണ്? ഓ, അതിൽ ഇരിക്കുന്ന ഒരു സുഖം, കർത്താവിനോടുകൂടിയുള്ള ജീവിതം മഹാസന്തോഷകരമാണ്. പ്രിയപ്പെട്ടവരെ, കർത്താവായ യേശു ക്രിസ്തു നമ്മുടെ ഹൃദയത്തിൽ നിന്ന് മാറിയാൽ നമ്മുടെ ജീവിതത്തിൽ ഏറ്റവും അസമാധാനം അതാണ്. പ്രിയപ്പെട്ടവരെ, കർത്താവായ യേശു ക്രിസ്തു ഹൃദയത്തിൽ വസിക്കുന്നതാണ് ഈ ഭൂമിയിൽ വെച്ച് ഏറ്റവും വലിയ സമാധാനം. പ്രിയപ്പെട്ടവരെ, ഈ ലോകത്തിൽ എന്തെല്ലാം കിട്ടിയാലും എന്തെല്ലാം ഉണ്ടെന്ന് പറഞ്ഞാലും അതൊന്നും സമാധാനം തരികയില്ല. എന്നാൽ കർത്താവായ യേശു ക്രിസ്തു കൂടെ ഉണ്ടെങ്കിൽ, അവന്റെ സാന്നിധ്യം ഉണ്ടെങ്കിൽ, അവന്റെ വല്ലഭത്വത്തോടുകൂടിയ മഹത്വം നമ്മളിൽ ഉണ്ടെങ്കിൽ, അതാണ് പ്രിയപ്പെട്ടവരെ ഏറ്റവും വലിയ ഭാഗ്യം. എന്നാൽ അത് വിട്ടകന്ന് നിത്യനാശം എന്ന ശിക്ഷാവിധി അനുഭവിക്കും. ഇതില്ല എങ്കിൽ നിത്യനാശം, കർത്താവിന്റെ സാന്നിധ്യത്തിൽ നിന്നുള്ള ബഹിഷ്കരണം. പ്രിയപ്പെട്ടവരെ, അത് നമുക്ക് ആർക്കും ഉണ്ടായിക്കൂടാ. പ്രിയപ്പെട്ടവരെ, നമുക്ക് ഇന്ന് തന്നെ കർത്താവിന്റെ സാന്നിധ്യത്തിന് വേണ്ടി ഒരിക്കാൻ. പ്രിയപ്പെട്ടവരെ, on the day he comes to be glorified in his holy people and to be marveled at among all those who have believed. This includes you because you believed our testimony to you. പ്രിയപ്പെട്ടവരെ, രണ്ടാമതായി നമുക്ക് നിത്യമരണത്തെ പിശാചിനോടുള്ള കൂട്ടായ്മ എന്ന് നിത്യമരണത്തെ പറയുന്നത്. പ്രിയപ്പെട്ടവരെ, പിശാചിനോടുള്ള കൂട്ടായ്മ എന്ന് മത്തായിയുടെ സുവിശേഷം 25-ാം അധ്യായം 41-ാം വാക്യത്തിൽ നമുക്ക് കാണാം. പിന്നെ അവൻ ഇടത്തുള്ളവരോട്, ശപിക്കപ്പെട്ടവരെ, എന്റെ വീട്ടിൽ പിശാചിനും അവരുടെ ദൂതന്മാർക്കും ഒരുക്കിയിരിക്കുന്ന നിത്യ അഗ്നിയിലേക്ക് പോകുവിനെന്ന്. എന്റെ വീട്ടിൽ പിശാചിനും അവന്റെ ദൂതന്മാർക്കും ഒരുക്കിയിരിക്കുന്ന നിത്യ അഗ്നിയിലേക്ക് പോകുവിൻ. Then he will say to those on his left,
Depart from me, you who are cursed, into the eternal fire prepared for the devil and his angels. അതേ പ്രിയപ്പെട്ടവരെ, ദൈവം പ്രിപ്പയർ ചെയ്തിരിക്കുന്ന ഫയർ, എറ്റേണൽ ഫയർ എന്ന് പറയുന്നത് ഡെവിൾ ആൻഡ് ഹിസ് ഏഞ്ചൽസിനാണ്. പിശാചിനും അവരുടെ ദൂതന്മാർക്കുമാണ് നിത്യാഗ്നി ഒരുക്കിയിരിക്കുന്നത്. നമുക്ക് പോകേണ്ട സ്ഥലമല്ല പ്രിയപ്പെട്ടവരെ നിത്യാഗ്നി. അപ്പൊ പിശാചിനോടുള്ള കൂട്ടായ്മ, നിത്യമരണം, ആ നിത്യമരണം നമുക്ക് ആർക്കും ഉണ്ടായിക്കൂടാ. പിശാചിനോടുള്ള കൂട്ടായ്മയിൽ നമുക്ക് ഉണ്ടോ പ്രിയപ്പെട്ടവരെ? നമ്മുടെ ഹൃദയത്തിൽ പിശാചുണ്ടോ പ്രിയപ്പെട്ടവരെ? നാം തിരിഞ്ഞു നോക്കുക. ഉണ്ടെങ്കിൽ നമ്മുടെ പിതാക്കന്മാർ മാമോദിസായി നമുക്ക് വേണ്ടി ഒരു തീരുമാനം നമ്മുടെ തലത്തൊട്ടപ്പൻ അല്ലെങ്കിൽ തലത്തൊട്ടമ്മ എടുപ്പിച്ചിട്ടുണ്ട് പ്രിയപ്പെട്ടവരെ. അതെന്താണ്? ദൈവത്തോട്, കർത്താവിന് നേരെ ആ പടിഞ്ഞാട്ട് തിരിഞ്ഞു നിന്നുകൊണ്ട് പറയുകയാണ്, സാത്താനെ നിന്നെയും നിന്നുള്ള സകല ഭയത്തെയും നിന്നുള്ള സകല വഞ്ചനയും ഉപേക്ഷിക്കുന്നുവെന്ന് 3 പ്രാവശ്യം പറയിപ്പിച്ചു പ്രിയപ്പെട്ടവരെ. നമ്മുടെ തലത്തൊട്ടപ്പൻ ഇടത് കൈ കൊണ്ട് നമ്മുടെ ആ കുട്ടിയുടെ ഇടത് കൈ പിടിച്ചുകൊണ്ട് പറയുകയാണ്, സാത്താനെ നിന്നെയും നിന്നുള്ള സകല ഭയത്തെയും നിന്നുള്ള സകല വഞ്ചനയും ഉപേക്ഷിക്കുന്നുവെന്ന്. എന്നാൽ കിഴക്കോട്ട് തിരിഞ്ഞ് കർത്താവായ യേശുവിനെ ഹൃദയത്തിലേക്ക് സ്വീകരിക്കുകയാണ്. മനുഷ്യ തമ്പുരാനെ, നിന്നെ ഞങ്ങളുടെ സ്വന്തം കർത്താവ് രക്ഷിതാവുമായി സ്വീകരിക്കുന്നുവെന്ന്. പ്രിയപ്പെട്ടവരെ, അതാണ് മാമോദീസായിൽ എടുത്ത തീരുമാനം പ്രിയപ്പെട്ടവരെ. എന്നാൽ ആ തീരുമാനം ആ കുഞ്ഞ് അറിഞ്ഞിട്ടുണ്ടാവില്ല. എന്നാൽ ആ കുഞ്ഞ് വളർന്ന് പ്രായമായി വരുമ്പോൾ ആ കുഞ്ഞിനെ അറിയിക്കേണ്ട ഒരു ചുമതല ഈ തലത്തൊട്ടപ്പൻ അല്ലെങ്കിൽ തലത്തൊട്ടമ്മയ്ക്ക് ഉണ്ട് പ്രിയപ്പെട്ടവരെ. ഇന്ന് സഭയിൽ അത് ചെയ്യുവാൻ നേരമില്ല. ഈ കുഞ്ഞുങ്ങളെ വിളിച്ച് ഏതെങ്കിലും ഒരു തലത്തൊട്ടപ്പൻ അല്ലെങ്കിൽ ഒരു തലത്തൊട്ടമ്മ ഈ കുഞ്ഞിനെ വിളിച്ച് അറിയിക്കുന്നുണ്ടോ പ്രിയപ്പെട്ടവരെ? ഞാൻ നിനക്ക് വേണ്ടി ദൈവത്തോട് തീരുമാനം പറഞ്ഞിട്ടുണ്ട്. സാത്താനെ ഞാൻ ഉപേക്ഷിച്ചിട്ടുണ്ട്. സാത്താനെ നിന്നെയും നിന്നുള്ള സകല ഭയത്തെയും നിന്നുള്ള സകല വഞ്ചനയും ഉപേക്ഷിക്കുന്നുവെന്ന് നമ്മൾ അങ്ങനെ ഒരു തീരുമാനം എടുക്കാതെ പോയിട്ടുണ്ട് പ്രിയപ്പെട്ടവരെ. അതുകൊണ്ടാണ് ഇന്ന് കുഞ്ഞുങ്ങളെല്ലാം വഴിതെറ്റി പോകുന്നത് പ്രിയപ്പെട്ടവരെ. ആ സാത്താനോട് യാത്ര പറയാൻ നമുക്കെല്ലാവർക്കും സാധിക്കട്ടെ പ്രിയപ്പെട്ടവരെ. കർത്താവായ യേശുക്രിസ്തുവിനെ നാം സ്വന്തം കർത്താവും രക്ഷിതാവുമായി നമ്മുടെ ഹൃദയത്തിലേക്ക് സ്വീകരിക്കുന്നുവെങ്കിൽ അവൻ നമ്മുടെ ഹൃദയത്തിലേക്ക് കടന്നു വരും. അവൻ നമ്മൾ വഴി നടത്തും പ്രിയപ്പെട്ടവരെ. യേശുക്രിസ്തു നിയന്ത്രിക്കുന്ന ഒരു ഭാഗ്യകരമായ ജീവിതം, അതിനായി നമ്മുടെ ജീവിതം കർത്താവായ യേശുക്രിസ്തുവിന്റെ കരങ്ങളിലേക്ക് സമർപ്പിക്കാൻ പ്രിയപ്പെട്ടവരെ. പിശാചിനോടുള്ള കൂട്ടായ്മ ആർക്കെങ്കിലും ഉണ്ടെങ്കിൽ, ഇന്ന് മയക്കുമരുന്ന് ഏതെല്ലാം കാര്യങ്ങളാണ് പിശാചിനോടുള്ള കൂട്ടായ്മ. പിശാചിനോടുള്ള കൂട്ടായ്മ നമുക്ക് വേണ്ട പ്രിയപ്പെട്ടവരെ. ആ പിശാചിനോടുള്ള കൂട്ടായ്മ ഹൃദയത്തിൽ നിന്ന് മാറട്ടെ. ദുരാത്മാക്കൾ നമ്മൾ വിട്ട് മാറട്ടെ പ്രിയപ്പെട്ടവരെ. നാം അറിഞ്ഞുകൊണ്ടും അറിയാതെയും നമ്മുടെ ശരീരത്തിൽ കർത്താവേ, ഞങ്ങളുടെ ഹൃദയത്തിൽ, ഞങ്ങളുടെ ഭവനങ്ങളിൽ ഏതെല്ലാം ദുരാത്മാക്കൾ കയറി കൂടിയിട്ടുണ്ടോ കർത്താവേ, യേശുവിന്റെ നാമത്തിൽ ഞങ്ങളിൽ നിന്ന് ദുരാത്മാക്കൾ മാറിപ്പോകട്ടെ. അശുദ്ധാത്മാക്കൾ ഞങ്ങൾ വിട്ട് മാറട്ടെ. നിങ്ങളത്തിന്റെയും അഹങ്കാരത്തിന്റെയും ആത്മാക്കൾ ഞങ്ങൾ വിട്ട് മാറട്ടെ പ്രിയപ്പെട്ടവരെ. ലോകത്തിന്റെ ദുരാത്മാക്കൾ ഞങ്ങളുടെ ശരീരം വിട്ട് മാറട്ടെ. ഞങ്ങളുടെ പിശാചുമായിട്ട് യാതൊരു കൂട്ടായ്മയും ഞങ്ങൾക്ക് ആവശ്യമില്ല. അടുത്തത് തീ പൊയ്ക എന്ന് നിത്യമരണത്തെ വിശേഷിപ്പിക്കുന്നു. തീ പൊയ്ക എന്ന് നമുക്ക് വായിച്ചു കേൾക്കാം. വെളിപ്പാട് പുസ്തകം 19-ാം അധ്യായം 20-ാം വാക്യം. വെളിപ്പാട് പുസ്തകം 19:20. മൃഗത്തെയും അതിന്റെ മുമ്പാകെ താൻ ചെയ്ത അടയാളങ്ങളാൽ മനുഷ്യരെ ചതിച്ച് മൃഗത്തിന്റെ മുദ്ര ഏൽപ്പിക്കുകയും അതിന്റെ പ്രതിമയെ നമസ്കരിപ്പിക്കുകയും ചെയ്ത കള്ളപ്രവാചകനെയും പിടിച്ചു കെട്ടി ഇരുവരെയും ഗന്ധകം തട്ടുന്ന തീ പൊയ്കയിൽ ജീവനോടെ തള്ളിക്കളഞ്ഞു. അതേ പ്രിയപ്പെട്ടവരെ, കർത്താവായ യേശുക്രിസ്തു രണ്ടാമത് വന്നതിന് ശേഷം നടക്കുന്ന ഒരു സംഭവമാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. വെളിപ്പാട് പുസ്തകത്തിൽ യോഹന്നാൻ ശ്ലീഹായ്ക്ക് വെളിപ്പെടുത്തി കൊടുക്കുകയാണ്. ഈ തീ പൊയ്കയെ കുറിച്ച് പറയുകയാണ്. മൃഗത്തെയും അതിന്റെ മുമ്പാകെ താൻ ചെയ്ത അടയാളങ്ങളാൽ മനുഷ്യരെ ചതിച്ച് മൃഗത്തിന്റെ മുദ്ര ഏൽപ്പിക്കുകയും അതിന്റെ പ്രതിമയെ നമസ്കരിപ്പിക്കുകയും ചെയ്ത കള്ളപ്രവാചകനെയും പിടിച്ചു കെട്ടി ഇരുവരെയും ഗന്ധകം കത്തുന്ന തീ പൊയ്കയിൽ ജീവനോടെ തള്ളിക്കളഞ്ഞു. അതേ പ്രിയപ്പെട്ടവരെ, ഒരു കള്ളപ്രവാചകൻ വരും പ്രിയപ്പെട്ടവരെ. കള്ളപ്രവാചകൻ വന്ന് ഒരു മൃഗത്തെയും അതിന് മുമ്പാകെ താൻ ചെയ്ത അടയാളങ്ങളാൽ മനുഷ്യരെ ചതിച്ച് മൃഗത്തിന്റെ മുദ്ര ഏൽപ്പിക്കും പ്രിയപ്പെട്ടവരെ. മൃഗത്തിന്റെ മുദ്രയെ കുറിച്ച് വെളിപ്പാട് പുസ്തകം പറയുന്നു. 666 എന്ന ആ സംഖ്യ എഴുതി വെച്ചിട്ടുണ്ട്. ആ 666 എന്ന ആ സംഖ്യ നമ്മൾക്ക് തരും പ്രിയപ്പെട്ടവരെ. ഇപ്പോൾ തന്നെ നമുക്കറിയാം WWW, അതുപോലെ ശരീരത്തിനുള്ളിൽ ചിപ്പുകൾ വെക്കുന്നതായിട്ട് പല രാജ്യങ്ങളിലും തുടങ്ങിക്കഴിഞ്ഞു പ്രിയപ്പെട്ടവരെ. അതെന്താണ് പ്രിയപ്പെട്ടവരെ? അത് ഈ മൃഗത്തിന്റെ അടയാളമാണ്. ഈ മൃഗത്തെയും അതിന്റെ മുമ്പാകെ താൻ ചെയ്ത അടയാളങ്ങളാണ് മനുഷ്യരെ ചതിച്ച് മൃഗത്തിന്റെ മുദ്ര ഏൽപ്പിക്കുകയും അതിന്റെ പ്രതിമയെ നമസ്കരിപ്പിക്കുകയും ചെയ്ത കള്ളപ്രവാചകന്മാർ. ചില കള്ളപ്രവാചകന്മാരെ എഴുന്നേൽക്കുന്നുണ്ട് പ്രിയപ്പെട്ടവരെ. ചില മൃഗങ്ങളെ ആരാധിപ്പാനും ചില മൃഗത്തിന്റെ മുദ്ര ധരിപ്പിക്കാനും എല്ലാം ശ്രമിക്കുന്നുണ്ട് പ്രിയപ്പെട്ടവരെ. എന്നാൽ ഇവരെയും ഈ കള്ളപ്രവാചകനെയും പിടിച്ചു കെട്ടി ഇവരെയും ഗന്ധകം കത്തുന്ന തീപ്പൊയ്കയിൽ ജീവനോടെ തള്ളിക്കളഞ്ഞ പ്രിയപ്പെട്ടവരെ. അതെ, ഈ തീപ്പൊയ്ക
ഈ തീപ്പൊയ്ക നമ്മളിൽ നിന്ന് ഒഴിവാകേണ്ടിയിരിക്കുന്നു പ്രിയപ്പെട്ടവരെ. നമുക്ക് കർത്താവായ യേശുക്രിസ്തുവിന്റെ രണ്ടാമത്തെ വരവിൽ തന്നെ നമുക്ക് പറന്നു ഉയർന്നതിന് പറ്റും പ്രിയപ്പെട്ടവരെ. കർത്താവായ യേശുക്രിസ്തുവിന്റെ രണ്ടാമത്തെ വരവിന് ശേഷം ഇവിടെ എതിർക്രിസ്തുവിന്റെ ഭരണമുണ്ട് പ്രിയപ്പെട്ടവരെ. ആന്റി ക്രൈസ്റ്റ് എന്ന് പറയും, എതിർക്രിസ്തുവിന്റെ ഭരണം പ്രിയപ്പെട്ടവരെ. അതിനാണ് ഈ മൃഗത്തെയും അതിന് മുമ്പാകെ താൻ ചെയ്ത അടയാളങ്ങൾ. ഈ മൃഗവും കുറെ അടയാളങ്ങൾ കാണിക്കും, മനുഷ്യരെ ചതിക്കും പ്രിയപ്പെട്ടവരെ. മൃഗത്തിന്റെ മുദ്ര ഏൽപ്പിക്കുകയും അതിന് പ്രതിമയെ നമസ്കരിപ്പിക്കുകയും ചെയ്ത ഒരു കള്ളപ്രവാചകനെയും പിടിച്ചു കെട്ടി ഇരുവരെയും ഗന്ധകം കത്തുന്ന തീപ്പൊയ്കയിൽ ജീവനോടെ തള്ളിക്കളഞ്ഞു. അതുകൊണ്ട് തീപ്പൊയ്ക എന്നാണ് നിത്യമരണത്തെ ബൈബിൾ വിശേഷിപ്പിക്കുന്നത്. But the beast was captured, and with him the false prophet who had performed the miraculous signs on his behalf. With these signs he had deluded those who had received the mark of the beast and worshipped his image. The two of them were thrown alive into the fiery lake of burning sulfur. അതേ പ്രിയപ്പെട്ടവരെ, സൾഫറിന്റെ ഒരു ഫെയറി ലേക്ക് ആണ് പ്രിയപ്പെട്ടവരെ. ആ തീപ്പൊയ്ക സൾഫർ കത്തുന്ന നാം കണ്ടിട്ടുണ്ട്. സൾഫർ കത്തുക, ഓ ഫെയറി ലേക്ക്, അതിലേക്ക് തീപ്പൊയ്കയിലേക്ക് തള്ളിയിടുന്നു. വെളിപ്പാട് പുസ്തകം 21-ാം അധ്യായം 8-ാം വാക്യം ആരെല്ലാമാണ് ഈ തീപ്പൊയ്കയിൽ വീഴുന്നതെന്ന് ബൈബിൾ പറയുന്നുണ്ട് പ്രിയപ്പെട്ടവരെ. നാം ഈ നിലവാരത്തിലുള്ളവരാണോ എന്ന് നമുക്ക് പരിശോധിക്കാൻ പ്രിയപ്പെട്ടവരെ. ആരൊക്കെയാണ് ഈ തീപ്പൊയ്കയിലേക്ക് പോകുക? എന്നാൽ ഭീരുക്കൾ, അവിശ്വാസികൾ, അറയ്ക്കപ്പെട്ടവർ, കുലപാതകന്മാർ, ദുർനടപ്പുകാർ, ക്ഷുദ്രക്കാർ, ബിംബാരാധികൾ എന്നിവർക്കും കോഷ്കു പറയുന്ന ഏവർക്കുമുള്ള ഓഹരി തീയും ഗന്ധവും കത്തുന്ന പൊയ്കയിലത്രേ. അത് രണ്ടാമത്തെ മരണം. അതേ പ്രിയപ്പെട്ടവരുടെ രണ്ടാമത്തെ മരണമുണ്ട് പ്രിയപ്പെട്ടവരെ. ഇപ്പോൾ ഇവിടെ ഈ ഭൂമിയിൽ നിന്ന് കടന്നു പോകുന്ന ഒന്നാമത്തെ മരണം, അതിനുശേഷം വീണ്ടും ഉയർത്തെഴുന്നേറ്റ് എല്ലാ ആത്മാക്കളും ഉയർത്തെഴുന്നേറ്റ് ദൈവത്തിന്റെ സന്നിധിയിൽ നിൽക്കുന്ന ഒരു അനുഭവമുണ്ട് പ്രിയപ്പെട്ടവരെ. അവിടെ ഒരു ന്യായവിധി ഉണ്ട്. അതിനുശേഷമാണ് ഈ രണ്ടാമത്തെ മരണം നടക്കുന്നത് പ്രിയപ്പെട്ടവരെ. അവിടെ രണ്ടാമത്തെ മരണം ആർക്കെല്ലാമാണെന്ന് പറയുകയാണ്. ആ തീയും ഗന്ധവും കത്തുന്ന ആ പൊയ്കയിൽ ആരെല്ലാമാണ് പോകുന്നത് പറയുകയാണ്. എന്നാൽ ഭീരുക്കൾ, അവിശ്വാസികൾ, അറയ്ക്കപ്പെട്ടവർ, കൊലപാതകന്മാർ, ദുർനടപ്പുകാർ, ക്ഷുദ്രക്കാർ, ബിംബാരാധികൾ എന്നിവർക്കും കോഷ്കു പറയുന്ന ഏവർക്കുമുള്ള ഓഹരിയാണ് തീയും ഗന്ധവും കത്തുന്ന പൊയ്ക പ്രിയപ്പെട്ടവരെ. അത് പ്രിയപ്പെട്ടവരെ, ഭീരുക്കളായിട്ട് നമ്മളിൽ ആരെങ്കിലും ഉണ്ടോ? ഭീരുത്വം നമ്മളിൽ ഉണ്ടോ? അവിശ്വാസം നമ്മളിലുണ്ടോ? അറയ്ക്കപ്പെട്ടവർ, കൊലപാതകം നമ്മുടെ ജീവിതത്തിൽ വന്നിട്ടുണ്ടോ? എന്താണ് പ്രിയപ്പെട്ടവരെ കൊലപാതകം? കൊലപാതകം ആരാണെന്ന് ബൈബിൾ പറയുന്നു. സഹോദരനോട് കോപിച്ചാൽ നാം കൊലപാതകം ചെയ്തു പോയി. അതേ ദുർനടപ്പ് നമ്മുടെ ജീവിതത്തിൽ വന്നിട്ടില്ലേ പ്രിയപ്പെട്ടവരെ? അതെ ക്ഷുദ്രക്കാര്, ബിംബാരാധികൾ ക്ഷുദ്രം നോക്കുന്നു, ക്ഷുദ്രം ചെയ്യുന്നു, ബിംബാരാധികൾ ബിംബങ്ങളെ ആരാധിക്കുന്നു എന്നിവർക്കും കോഷ്കു പറയുന്ന ഏവർക്കുമുള്ള ഓഹരി തീയും ഗന്ധവും കത്തുന്ന ഈ പൊയ്കയിലത്രേ. അത് രണ്ടാമത്തെ മരണം പ്രിയപ്പെട്ടവരെ. ഇതൊന്നും നമ്മുടെ ജീവിതത്തിൽ നിന്ന് മാറിപ്പോകേണ്ടതായിട്ടുണ്ട്. നമ്മുടെ ജീവിതത്തിൽ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഈ രണ്ടാമത്തെ മരണത്തിന് വേണ്ടി ഈ നമ്മുടെ ജീവിതത്തിൽ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതെല്ലാം നാം തുറന്ന് പറയണം പ്രിയപ്പെട്ടവരെ. കർത്താവായ യേശുക്രിസ്തുവിനോട് നാം ഏറ്റുപറയണം. കർത്താവെ, എൻ്റെ ജീവിതത്തിൽ ഭീരുത്വം വന്നു പോയിട്ടുണ്ട്, എൻ്റെ ജീവിതത്തിൽ അവിശ്വാസം വന്നു പോയിട്ടുണ്ട്, അപ്പാ ക്ഷമിക്കണമേ. അപ്പാ കൊലപാതകം എൻ്റെ ജീവിതത്തിൽ വന്നു പോയിട്ടുണ്ട്, ദുർനടപ്പിന്റെ ജീവിതത്തിൽ വന്നു പോയിട്ടുണ്ട്, ക്ഷുദ്രം, ബിംബാരാധന ഇതെല്ലാം എൻ്റെ ജീവിതത്തിൽ വന്നിട്ടുണ്ട് എന്ന് ദൈവസന്നിധിയിൽ ഏറ്റുപറഞ്ഞാൽ പ്രിയപ്പെട്ടവരെ, നാം എന്ന കൃപായുഗത്തിലാണ് ജീവിക്കുന്നത്. നമ്മുടെ ജീവിതത്തിൽ ഏത് പാപം വന്നാലും എന്നെ ക്ഷമിച്ച് കിട്ടുന്ന മനോഹരമായ ദിവസമാണ്. കാരണം കർത്താവായ യേശുക്രിസ്തു പിതാവിന്റെ സന്നിധിയിൽ ഇന്ന് അഡ്വക്കേറ്റ് ആയിട്ട് ഇരിക്കുന്ന സമയമാണ്. എത്ര വലിയ ജീവിതത്തിൽ എത്ര വലിയ പാപം വന്നാലും, എത്ര വലിയ ക്രൂരപാപങ്ങൾ വന്നാലും, എത്ര കൊലപാതകങ്ങൾ നിന്റെ ജീവിതത്തിൽ വന്നാലും, എത്ര മ്ലേച്ഛകരമായ പാപങ്ങൾ വന്നാലും പ്രിയപ്പെട്ടവരെ ക്ഷമിച്ചു കിട്ടുന്ന കൃപായുഗത്തിലാണ് പ്രിയപ്പെട്ടവരെ നാം ജീവിക്കുന്നത്. നാം കർത്താവായ യേശുക്രിസ്തുവിന്റെ സന്നിധിയിലേക്ക് കടന്നു ചെന്ന് നമ്മുടെ പാപങ്ങൾ ഏറ്റു പറയുന്നുവെങ്കിൽ അവർ നമ്മോട് പാപങ്ങളെല്ലാം ക്ഷമിച്ച് സകല അനീതിയും പോക്കി നമ്മളെ ശുദ്ധീകരിപ്പാൻ തക്കോണം വിശ്വസ്തനും നീതിമാനുമാവുന്ന പ്രിയപ്പെട്ടവരെ. നമുക്കുള്ള മഹാപുരോഹിതൻ നമ്മുടെ ബലഹീനതയിൽ സഹതാപം കാണിക്കാൻ കഴിയാത്തവനല്ല പ്രിയപ്പെട്ടവരെ. ഒരു മഹാപുരോഹിതനായി നമ്മുടെ കർത്താവ് പിതാവിന്റെ സന്നിധിയിൽ ഇന്നും നമുക്ക് വേണ്ടി മധ്യസ്ഥത അണച്ചുകൊണ്ട് നിൽക്കുകയാണ് പ്രിയപ്പെട്ടവരെ. അതുകൊണ്ട് നമുക്ക് ഈ രണ്ടാമത്തെ മരണത്തിലേക്ക് പോകേണ്ട യാതൊരുവിധ ആവശ്യവുമില്ല. ഈ തീയും ഗന്ധവും കത്തുന്ന പൊയ്കയിലേക്ക് പോകേണ്ട യാതൊരുവിധ ആവശ്യവുമില്ല പ്രിയപ്പെട്ടവരെ. But the cowardly, the unbelieving, the wild, the murderers, the sexually immoral, those who practice magic arts, the idolaters and all liars,
Their place will be in the fiery lake of burning sulfur. This is the second death. അടുത്തതായി നമുക്ക് വായിക്കാൻ കഴിയും ചാകാത്ത പുഴു എന്ന്. നിത്യമരണത്തെ കുറിച്ച് വിവരിക്കുന്ന ചാകാത്ത പുഴു. മർക്കോസ് എഴുതിയ സുവിശേഷം 9-ാം അധ്യായം 48-ാം വാക്യം. അവിടെ അവരുടെ പുഴു ചാകുന്നില്ല, തീ കെടുന്നതുമില്ല. അവിടെ അവരുടെ പുഴു ചാകുന്നില്ല, തീ കെടുന്നതുമില്ല. അതേ പ്രിയപ്പെട്ടവരെ, കെടാത്തതായ ഒരു തീയ്. നാം ചിന്തിച്ചേക്കാം, തീയിൽ എങ്ങനെ പുഴു എങ്ങനെ ജീവിക്കുന്നു തീയില്? അതേ പ്രിയപ്പെട്ടവരെ, ശാസ്ത്രം അംഗീകരിച്ചിരുന്നില്ല, തീയിൽ ഒരിക്കലും പുഴു കാണില്ല എന്നാണ് പറഞ്ഞിരുന്നത്. എന്നാൽ ഈ അടുത്ത കാലങ്ങളിൽ ഒരു അഗ്നിപർവ്വതം സ്ഫോടനം നടന്നപ്പോൾ ആ അഗ്നിപർവ്വതത്തിൽ നിന്ന് പുറത്തു വന്നത് ആ ലാവയിൽ നിന്ന് ആ തിളച്ചു മറിക്കുന്ന ആ ലാവയിൽ ജീവിച്ചിരിക്കുന്ന പുഴുക്കളെ കണ്ടെത്തി പ്രിയപ്പെട്ടവരെ. ആ തിളച്ചു മറിയുന്ന ആ ലാവയ്ക്കുള്ളിലും പുഴു പ്രിയപ്പെട്ടവരെ. അതുകൊണ്ട് നിത്യനരകത്തിൽ പുഴു ഉണ്ട് പ്രിയപ്പെട്ടവരെ. ഒരിക്കലും അത് പുഴു ചാവുന്നില്ല, അവിടെ അവരുടെ പുഴു ചാവുന്നില്ല, തീ കെടുന്നതുമില്ല. Where their womb does not die and the fire is not quenched. Their womb does not die, അവിടെ പുഴു ചാവുന്നില്ല, and the fire is not quenched. പ്രിയപ്പെട്ടവരെ, നമ്മുടെ ആത്മാക്കൾ നിത്യനരകത്തിലേക്ക് ചെന്നാൽ നമ്മുടെ ആ ആത്മീക ശരീരത്തിൽ കൂടി ആ പുഴുക്കൾ കയറുന്ന ഒരു അനുഭവമുണ്ട് പ്രിയപ്പെട്ടവരെ. ആ നിത്യത തീരുന്നില്ല പ്രിയപ്പെട്ടവരെ. ആ ഒരു നരകത്തിന്റെ ഭയാനകമായ അവസ്ഥ, അതൊരു ഭീകരം തന്നെയാണ് പ്രിയപ്പെട്ടവരെ. അതുകൊണ്ട് നാം ആരും ചാകാത്ത പുഴു അതിലേക്ക് പോകാൻ നമുക്കിട ആവണ്ട. നമ്മൾ ആരും ആ ചാകാത്ത പുഴുവുള്ള നരകത്തിലേക്ക് പോകേണ്ട ആവശ്യമില്ല പ്രിയപ്പെട്ടവരെ. അവിടെ അവരുടെ പുഴു ചാവുന്നില്ല, തീ കെടുന്നതുമില്ല. അടുത്ത പുറത്തുള്ള ഇരുട്ട് എന്ന നിത്യമരണത്തെ കുറിച്ച് പറയുന്നു. മത്തായിയുടെ സുവിശേഷം 25-ാം അധ്യായം 30-ാം വാക്യം. എന്നാൽ കൊള്ളരുതാത്ത ദാസനെ ഏറ്റവും പുറത്തുള്ള ഇരുട്ടിലേക്ക് തള്ളിക്കളവിൻ, അവിടെ കരച്ചിലും പല്ലുകടിയും ഉണ്ടാവും. അവിടെ കരച്ചിലുണ്ടാവും, പല്ലുകടി ഉണ്ടാവും. അത് ഏറ്റവും പുറത്തുള്ള ഇരുട്ടാണ് പ്രിയപ്പെട്ടവരെ. എന്നാൽ കൊള്ളരുതാത്ത ദാസനെ ഏറ്റവും പുറത്തുള്ള ഇരുട്ടിലേക്ക് തള്ളിക്കളവിൻ, അവിടെ കരച്ചിലും പല്ലുകടിയും ഉണ്ടാവും. അതൊരു ഭയാനകമായ അവസ്ഥയാണ് പ്രിയപ്പെട്ടവരെ. നമുക്കാർക്കും ആ ഏറ്റവും പുറത്തുള്ള ഇരുട്ടിലേക്ക് പോകണ്ട പ്രിയപ്പെട്ടവരെ. അവിടെ ഇരുട്ടിലേക്ക് തളിക്കുന്നു, അവിടെ കരച്ചിലും പല്ലുകടിയും ഉണ്ടാവും. അവിടെ കരച്ചിലുണ്ട്, അവിടെ പല്ലുകടിയുണ്ട് പ്രിയപ്പെട്ടവരെ. നരകത്തിന്റെ ഭയാനകമായ കാര്യങ്ങളാണ് നമ്മുടെ ബൈബിൾ നമ്മളെ വരച്ച് കാണിക്കുന്നത് പ്രിയപ്പെട്ടവരെ. And throw that worthless servant outside into the darkness, where there will be weeping and gnashing of teeth. Weeping and gnashing of teeth. അവിടെ കരച്ചിലും പല്ലുകടിയും ഉണ്ടാവും പ്രിയപ്പെട്ടവരെ. അടുത്തതായി കൂരിരുട്ട് എന്ന നിത്യമരണത്തെ വിവരിക്കുന്നു. 2 പത്രോസ് 2-ാം അധ്യായം 17-ാം വാക്യം. അവർ വെള്ളമില്ലാത്ത കിണറുകളും കൊടുങ്കാറ്റിൽ കൊണ്ട് ഓടുന്ന മഞ്ഞു മേഘങ്ങളും ആകുന്നു. അവർക്ക് കൂരിരുട്ട് സംഗ്രഹിച്ചിരിക്കുന്നു. അതേ പ്രിയപ്പെട്ടവരെ, കൂരിരുട്ട് സംഗ്രഹിച്ചിരിക്കുന്ന ഒരു അനുഭവം. അവർ വെള്ളമില്ലാത്ത കിണറുകളും കൊടുങ്കാറ്റ് കൊണ്ട് ഓടുന്ന മഞ്ഞു മേഘങ്ങളും ആകുന്നു. പ്രിയപ്പെട്ടവരെ, നമ്മൾ വെള്ളമില്ലാത്ത കിണറുകൾ കണ്ടിട്ടുണ്ട്, ഒരു പ്രയോജനവുമില്ല. എന്നാൽ കൊടുങ്കാറ്റ് കൊണ്ട് ഓടുന്ന മഞ്ഞു മേഘങ്ങളുമാകുന്നു. കൊടുങ്കാറ്റ് കൊണ്ട് ഓടുന്ന മഞ്ഞു മേഘങ്ങളുമാകുന്നു. അവർക്ക് കൂരിരുട്ട് സംഗ്രഹിച്ചിരിക്കുന്നു. ആ കൂരിരുട്ട് എന്നാണ് നിത്യമരണത്തെ പറയുന്നത്. പ്രിയപ്പെട്ടവരെ, എത്ര നാൾ നമുക്ക് ആ കൂരിരുട്ടിൽ കഴിയാൻ കഴിയും? ഇവിടെ തന്നെയായാലും നമുക്കറിയാം, നേരെ വെളുക്കുന്നില്ല എങ്കിലത്തെ അവസ്ഥ എന്താണ്? അത്ര ഭയാനകമായ കൂരിരുട്ട്. എന്തിനാണ് പ്രിയപ്പെട്ടവരെ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ഇതെല്ലാം നമ്മളെ ഓർമ്മിപ്പിക്കുന്നത്? ഈ തീപ്പൊയ്ക എന്നും ചാകാത്ത പുഴു എന്നും പുറത്തുള്ള ഇരുട്ടെന്നും കൂരിട്ടെന്നെല്ലാം പറയുന്നത് എന്തിനാണ് പ്രിയപ്പെട്ടവരെ? അതേ പ്രിയപ്പെട്ടവരെയോ, നാം കടന്നു ചെല്ലുമ്പോൾ നാം ആരും നരകത്തിലായിക്കൂടാ. പരിശുദ്ധാത്മാവ് നമ്മളെ സ്നേഹിക്കുന്നതുകൊണ്ടാണ് ഈ കാര്യങ്ങളെല്ലാം നമുക്ക് മനസ്സിലാക്കി തരുന്നത് പ്രിയപ്പെട്ടവരെ. These men are springs without water and a mist driven by a storm. Blackest darkness is reserved for them. ബ്ലാക്കസ്റ്റ് ഡാർക്ക്നെസ് എന്നാണ് പറയുന്നത്. ഏറ്റവും പുറത്തുള്ള ഇരുട്ട് പ്രിയപ്പെട്ടവരെ, ഏറ്റവും ബ്ലാക്കസ്റ്റ് ആയിട്ടുള്ള ഡാർക്ക്നെസ്. അങ്ങനെ ഒരു ഡാർക്ക്നെസ് നമ്മൾ കണ്ടിട്ടുണ്ടോ പ്രിയപ്പെട്ടവരെ? ബ്ലാക്കസ്റ്റ് ആയിട്ടുള്ള ഡാർക്ക്നെസ്. അടുത്തതായി നാം ചിന്തിക്കുന്നത് നിത്യമരണത്തെ കുറിച്ച് വിളിക്കപ്പെട്ടിരിക്കുന്നു. എന്താണ് നിത്യമരണത്തെ കുറിച്ച് വിളിക്കപ്പെട്ടിരിക്കുന്നത്? ഒന്നാമതായി ക്രോധവും കോപവും എന്ന് നിത്യമരണത്തെ വിളിക്കപ്പെട്ടിരിക്കുന്നു. ക്രോധവും കോപവും എന്ന് റോമർക്കെതിരെ ലേഖനം 2-ാം അധ്യായം 8-9 വാക്യം. ശാഠ്യം പൂണ്ട് സത്യം അനുസരിക്കാതെ അനീതി അനുസരിക്കുന്നവർക്ക് കോപവും ക്രോധവും കൊടുക്കും. തിന്മ പ്രവർത്തിക്കുന്ന ഏത് മനുഷ്യാത്മാവിനും കഷ്ടവും സങ്കടവും ആദ്യം യഹൂദനും പിന്നെ യവനനും വരും. പ്രിയപ്പെട്ടവരെ, നമുക്ക് അറിയാൻ സാധിക്കും,
ഇവിടെ നിന്ന് അനേകം കടന്നു പോകുന്നു. അനേകം ജാതിയിലുള്ളവർ ഈ ഭൂമിയിൽ നിന്ന് മരണം വഴിയായി കടന്നു പോകുന്നു. അപ്പോൾ നാം വിചാരിക്കും, അവർ കർത്താവായ യേശുക്രിസ്തുവിനെ അറിയാതെയാണല്ലോ ഈ ഭൂമിയിൽ നിന്ന് കടന്നു പോകുന്നത് എന്ന്. അവരെ സംബന്ധിച്ച് പറയുകയാണ്, ശാഠ്യം പൂണ്ട് സത്യം അനുസരിക്കാതെ അനീതി അനുസരിക്കുന്നവർക്ക് കോപവും ക്രോധവും കൊടുക്കും. തിന്മ പ്രവർത്തിക്കുന്ന ഏത് മനുഷ്യ ആത്മാവിനും കഷ്ടവും സങ്കടവും. ആദ്യം യഹൂദനും പിന്നെ യവനനും വരും. ആദ്യം യഹൂദനാണ് വരിക, പിന്നെ യവനനും വരും. തിന്മ പ്രവർത്തിക്കുന്ന ഏത് മനുഷ്യാത്മാവിനും കഷ്ടവും സങ്കടവും എന്ന്. അത് നിത്യമരണത്തിൽ വിളിക്കപ്പെടുന്നതാണ് കഷ്ടവും സങ്കടവും എന്ന്. അതുപോലെ സത്യം ശാഠ്യം കൊണ്ട് സത്യം അനുസരിക്കാതെ അനീതി അനുസരിക്കുന്നവർക്ക് കോപവും ക്രോധവും കൊടുക്കും. But for those who are self-seeking and who reject the truth and follow evil, there will be wrath and anger. There will be trouble and distress for every human being who does evil, first for the Jew, then for the Gentile. First for the Jew, then for the Gentile. ആദ്യം യഹൂദനും പിന്നെ യവനനും. അടുത്തതായി നിത്യമരണത്തെ നിത്യനാശം എന്ന് വിളിക്കപ്പെടുന്നു. റോമർക്കെഴുതിയ ലേഖനം 9-ാം അധ്യായം 24-ാം വാക്യം നമുക്ക് വായിച്ചു കേൾക്കാം. തന്റെ തേജസ്സിന്റെ ധനം വെളിപ്പെടുത്തുവാനും ഇച്ഛിച്ചിട്ട് നാശയോഗ്യരായ കോപപാത്രങ്ങളെ വളരെ ദീർഘക്ഷമയോടെ സഹിച്ചുവെങ്കിൽ എന്ന്. ദൈവത്തിന്റെ സ്നേഹമാണ്. തന്റെ തേജസ്സിന്റെ ധനം വെളിപ്പെടുത്തുവാനും ഇച്ഛിച്ചിട്ട് നാശയോഗ്യമായ കോപപാത്രങ്ങളെ വളരെ ദീർഘക്ഷമയോടെ സഹിച്ചുവെങ്കിൽ എന്ത്. നിത്യമരണത്തെ നിത്യനാശം എന്നിവിടെ പറയുകയാണ് പ്രിയപ്പെട്ടവരെ. നാശയോഗ്യമായ കോപപാത്രങ്ങളെ വളരെ ദീർഘക്ഷമയോടെ സഹിച്ചുവെങ്കിൽ എന്ത്. അതേ പ്രിയപ്പെട്ടവരെ, വളരെ ദീർഘക്ഷമയോടെയാണ് കോപപാത്രങ്ങളായ നമ്മെ ഓരോരുത്തരെയും ദൈവം സഹിച്ചുകൊണ്ടിരിക്കുന്നത്. Even as whom he also called, not only from the Jews but also from the Gentiles. നാശം എന്ന് വിളിക്കപ്പെട്ടിരിക്കുന്നു. നിത്യമരണത്തെ നാശം എന്ന് വിളിക്കപ്പെട്ടിരിക്കുന്നു. 2 പത്രോസ് 2:12. ജാതിയ പിടിപെട്ട് നശിപ്പാൻ പറഞ്ഞ ബുദ്ധിയില്ലാത്ത ജന്തുക്കളെ പോലെ അവർ അറിയാത്തതിനെ ദുഷിക്കാൻ അനീതിയുടെ കൂലി അനുഭവിച്ചുകൊണ്ട് സ്വന്തം വഷളത്വത്താൽ നശിച്ചു പോകും. അതേ നാശമെന്ന് നമുക്ക് കാണുവാൻ കഴിയും. ജാതിയ പിടിപെട്ട് നശിപ്പാൻ പറഞ്ഞ ബുദ്ധിയില്ലാത്ത ജന്തുക്കളെ പോലെ അവർ അറിയാത്തതിനെ ദുഷിക്കാൻ അനീതിയുടെ കൂലി അനുഭവിച്ചുകൊണ്ട് സ്വന്തം വഷളത്വത്താൽ നശിച്ചു പോകുമെന്നാണ്. പ്രിയപ്പെട്ടവരെ, ജാതിയ പിടിച്ചതാണ്. നശിപ്പാൻ പറഞ്ഞ ബുദ്ധിയില്ലാത്ത ജന്തുക്കളെ പോലെ. അതേ പ്രിയപ്പെട്ടവരെ, പലപ്പോഴും നാം ബുദ്ധിയില്ലാത്ത ജന്തുക്കളെ പോലെ നാം പെരുമാറിയിട്ടുണ്ട്. പ്രിയപ്പെട്ടവരെ, അനീതിയുടെ കൂലി അനുഭവിച്ചുകൊണ്ട് സ്വന്തം വഷളത്വത്താൽ നശിച്ചു പോകും. ദൈവത്തിന്റെ സ്നേഹം നമ്മൾ ഓർമ്മിപ്പിക്കുകയാണ്. എന്തിനാണ് ഈ വഷളത്വമെല്ലാം വിട്ട് മാനസാന്തരപ്പെടുവാനാണ് പ്രിയപ്പെട്ടവരെ നമ്മുടെ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് പറയുന്നത്. But these men blaspheme in madness they do not understand. They are like brute beasts, creatures of instinct, born only to be caught and destroyed, and like beasts they too will perish. അടുത്തതായി നമുക്ക് വരുവാനുള്ള കോപം എന്ന് നിത്യമരണത്തെ വിളിക്കപ്പെട്ടിരിക്കുന്നു. വരുവാനുള്ള കോപം. 1 തെസ്സലോനിക്കർക്കെഴുതിയ ലേഖനം 1-ാം അധ്യായം 10-ാം വാക്യം. അവൻ മരിച്ചവരുടെ ഇടയിൽ നിന്ന് ഉയർപ്പിച്ച തന്റെ പുത്രനും വരുവാനുള്ള കോപത്തിൽ നിന്ന് നമ്മെ വിടുവിക്കുന്നവരുമായ യേശു സ്വർഗത്തിൽ നിന്ന് വരുന്നത് കാത്തിരിപ്പാനും നിങ്ങൾ വിഗ്രഹങ്ങളെ വിട്ട് ദൈവത്തിലേക്ക് എങ്ങനെ തിരിഞ്ഞു വന്നു എന്നും അവർ തന്നെ പറയുന്നു. അതേ പ്രിയപ്പെട്ടവരെ, അവർ മരിച്ചവരുടെ ഇടയിൽ നിന്ന് ഉയർപ്പിച്ച തന്റെ പുത്രനും വരുവാനുള്ള കോപത്തിൽ നിന്ന് നമ്മെ വിടുവിക്കുന്നവരുമായ യേശു സ്വർഗത്തിൽ നിന്ന് വരുന്നത് കാത്തിരിപ്പാനും നിങ്ങൾ വിഗ്രഹങ്ങളെ വിട്ട് ദൈവത്തിലേക്ക് എങ്ങനെ തിരിഞ്ഞു വന്നു എന്നും അവർ തന്നെ പറയുന്നു. And to wait for his son from heaven, whom he raised from the dead, Jesus, who rescues us from the coming wrath. അതേ പ്രിയപ്പെട്ടവരെ, കർത്താവായ യേശുക്രിസ്തു സ്വർഗത്തിൽ നിന്നും വരുന്നത് കാത്തിരിപ്പാനും. പ്രിയപ്പെട്ടവരെ, നമുക്ക് കാത്തിരിക്കുന്നവരാണോ നാം കാത്തിരിക്കണം. പ്രിയപ്പെട്ടവരെ, കർത്താവായ യേശുക്രിസ്തുവിന്റെ 2ാമത്തെ വരവിനായി നാം നോക്കിപ്പാർത്തിരിക്കേണ്ടതാകുന്നു. അവരോടുള്ള സ്നേഹം എന്ന് കുറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തിലാണ് നാം ജീവിക്കുന്നത്. 2024 വർഷങ്ങളായിട്ട് കാത്തിരിക്കുകയാണ് പ്രിയപ്പെട്ടവരെ. ഈ തലമുറയിലാണ് കർത്താവായ യേശുക്രിസ്തു 2ാമത് വരുന്നത്. നാം പ്രത്യാശയോടെ നോക്കിയിരിക്കുകയാണ്. ആ പ്രാണപ്രിയൻ വാനമേഘങ്ങളിൽ വരും പ്രിയപ്പെട്ടവരുടെ. അത് നമ്മുടെ വിശ്വാസമാണ്. നമ്മുടെ പിതാക്കന്മാർ നമ്മളെ പഠിപ്പിച്ച വിശ്വാസമാണ്.
നാം വിശ്വാസ പ്രമാണത്തിൽ ചൊല്ലാറുണ്ട്. തന്റെ രണ്ടാമത്തെ വരവിനായി നോക്കി പാർത്തിരിക്കുന്നതെന്ന് നാം ചൊല്ലാറുണ്ട് പ്രിയപ്പെട്ടവരെ. കർത്താവായ യേശു ക്രിസ്തു രണ്ടാമത് വരും പ്രിയപ്പെട്ടവരെ. അടുത്തത് രണ്ടാം മരണം എന്ന് നിത്യമരണത്തെ വിളിക്കപ്പെട്ടിരിക്കുന്നു. വെളിപ്പാട് പുസ്തകം 2-ാം അധ്യായം 11-ാം വാക്യം. ആത്മാവ് സഭകളോട് പറയുന്നത് എന്തെന്ന് ചെവിയുള്ളവൻ കേൾക്കട്ടെ. ജയിക്കുന്നവന് രണ്ടാം മരണത്താൽ ദോഷം വരികയില്ല. അതെ, ജയിക്കുന്നവന് രണ്ടാം മരണത്താൽ ദോഷം വരികയില്ല. He who has an ear, let him hear what the Spirit says to the churches. He who comes will not be hurt at all by the second death. ആത്മാവ് സഭകളോട് പറയുകയാണ്, ചെവിയുള്ളവൻ കേൾക്കട്ടെ എന്നാണ് പറയുന്നത്. ജയിക്കുന്നവന് രണ്ടാം മരണത്താൽ ദോഷം വരികയില്ല. അതേ പ്രിയപ്പെട്ടവരെ, നാം ജയിച്ചു മുന്നേറണം പ്രിയപ്പെട്ടവരെ. ജയിക്കുന്നവർക്ക് രണ്ടാം മരണത്താൽ ദോഷം വരികയില്ല പ്രിയപ്പെട്ടവരെ. അടുത്തായി ന്യായവിധിക്കായുള്ള പുനരുത്ഥാനം എന്ന് നമുക്ക് കാണുവാൻ കഴിയും. നിത്യമരണം ന്യായവിധിക്കായുള്ള പുനരുത്ഥാനം എന്ന് നമുക്ക് കാണുവാൻ സാധിക്കും പ്രിയപ്പെട്ടവരെ. യോഹന്നാന്റെ സുവിശേഷം 5-ാം അധ്യായം 29-ാം വാക്യം. നന്മ ചെയ്തവർ ജീവനായും തിന്മ ചെയ്തവർ ന്യായവിധിക്കായും പുനരുത്ഥാനം ചെയ്യുവാനുള്ള നാഴിക വരുന്നു. അതേ പ്രിയപ്പെട്ടവരെ, നന്മ ചെയ്തവർ ജീവനായും തിന്മ ചെയ്തവർ ന്യായവിധിക്കായും പുനരുത്ഥാനം ചെയ്യുവാനുള്ള ഒരു നാഴിക വരുന്നു. And come out, those who have done good will rise to live, and those who have done evil will rise to be condemned. പ്രിയപ്പെട്ടവരെ, അടുത്ത ലജ്ജയ്ക്കായുള്ള പുനരുത്ഥാനം എന്ന് വിളിക്കപ്പെടുന്നു. നിത്യമരണത്തെ ലജ്ജയ്ക്കായുള്ള പുനരുത്ഥാനം എന്നാണ്. ദാനിയേൽ പ്രവാചക പുസ്തകം 12-ാം അധ്യായം 2-ാം വാക്യം. നിലത്തിലെ പൊടിയിൽ നിദ്ര കൊള്ളുന്നവരിൽ പലരും ചിലർ നിത്യജീവനായും ചിലർ ലജ്ജയ്ക്കും നിത്യനിന്ദയ്ക്കുമായി ഉണരും. അതേ പ്രിയപ്പെട്ടവരെ, വർഷങ്ങളായി നൂറ്റാണ്ടുകളായി നിലത്തിലെ പൊടിയിൽ നിദ്ര കൊള്ളുന്നവരെ നമുക്ക് കാണാൻ കഴിയും. നമ്മുടെ പിതാക്കന്മാരെല്ലാം നിദ്ര കൊണ്ടവർ ഇന്ന് പൊടിയായി തീർന്നിരിക്കുന്നു. എന്നാൽ അവരിൽ പലരും ചിലർ നിത്യജീവനായിട്ട് എഴുന്നേൽക്കും പ്രിയപ്പെട്ടവരെ. ചിലർ ലജ്ജയ്ക്കും നിന്ദയ്ക്കുമായി ഉണരും. Multitudes who sleep in the dust of the earth will awake, some to everlasting life, other to shame and everlasting contempt. അതേ പ്രിയപ്പെട്ടവരെ, ലജ്ജയ്ക്കായുള്ള പുനരുത്ഥാനം എന്ന് വിളിക്കപ്പെടുന്നു. അടുത്തത് നരകവിധി എന്ന നിത്യമരണത്തെ വിളിക്കപ്പെടുന്നു. മത്തായിയുടെ സുവിശേഷം 23-ാം അധ്യായം 33-ാം വാക്യം. പാമ്പുകളെ, സർപ്പസന്തതികളെ, നിങ്ങൾ നരകവിധി എങ്ങനെ ഒഴിഞ്ഞു പോകും? കർത്താവായ യേശു ക്രിസ്തുവിന്റെ നാവിൽ കൂടി കേൾക്കുകയാണ്, പാമ്പുകളെ, സർപ്പസന്തതികളെ, നിങ്ങൾ നരകവിധി എങ്ങനെ ഒഴിഞ്ഞു പോകുമെന്ന്. പ്രിയപ്പെട്ടവരെ, സ്വർഗ്ഗം നമ്മൾ നോക്കി ഇപ്പോൾ വിളിക്കുന്നത് പാമ്പുകളെ എന്നാണോ വിളിക്കുക? സർപ്പസന്തതികളെ എന്ന് വിളിക്കുമോ? പ്രിയപ്പെട്ടവരെ, നിങ്ങൾ നരകവിധി എങ്ങനെ ഒഴിഞ്ഞു പോകും? You snakes, you brood of vipers, how will you escape being condemned to hell? പ്രിയപ്പെട്ടവരെ, പാമ്പുകളെ എന്നുള്ള വിളി സ്വർഗ്ഗം നമ്മൾ നോക്കി അങ്ങനെ വിളിക്കുമോ? സർപ്പസന്തതികളെ എന്ന് വിളിക്കുമോ? പ്രിയപ്പെട്ടവരെ, നരകവിധി എന്ന് നിത്യമരണത്തെ വിളിക്കപ്പെടുന്നു പ്രിയപ്പെട്ടവരെ. അടുത്ത നിത്യദണ്ഡനം എന്ന നിത്യമരണത്തെ വിളിക്കപ്പെടുന്നു. മത്തായിയുടെ സുവിശേഷം 25-ാം അധ്യായം 46-ാം വാക്യം. ഇവർ നിത്യദണ്ഡനത്തിലേക്കും നീതിമാന്മാർ നിത്യജീവനിലേക്കും പോകും. അതെ, ഇവർ നിത്യദണ്ഡനത്തിലേക്കും നീതിമാന്മാർ നിത്യജീവനിലേക്കും പോകും. Then they will go away to eternal punishment, but the righteous to eternal life. പ്രിയപ്പെട്ടവരെ, ഒരു നിത്യജീവനുണ്ട്, ഒരു നിത്യദണ്ഡനമുണ്ട്. നാം ആരും മറന്നുകൂടാ പ്രിയപ്പെട്ടവരെ. എന്തിനാണ് ദൈവം ഇതെല്ലാം നമ്മളെ ഓർമ്മിപ്പിക്കുന്നത്? പ്രിയപ്പെട്ടവരെ, ദൈവം നമ്മെ സ്നേഹിക്കുന്നതുകൊണ്ടാണ്. നമ്മളാരും ഈ നിത്യദണ്ഡനത്തിലേക്ക് പോകണ്ട എന്ന് പറയാനാണ് ഇതിനെക്കുറിച്ച് നമുക്ക് അറിവ് തരുന്നത് പ്രിയപ്പെട്ടവരെ. അതുകൊണ്ടാണ് ഈ നിത്യമരണം എന്ന വിഷയം ദൈവം നമുക്ക് തന്നിരിക്കുന്നത്. നിത്യമരണം ക്രിസ്തു വരുത്തുമെന്ന് മത്തായിയുടെ സുവിശേഷം 25-ാം അധ്യായം 33-ാം വാക്യവും 41-ാം വാക്യവും നമുക്ക് വായിക്കുമ്പോൾ കാണാം. ചെമ്മരിയാടുകളെ തന്നെ വലത്തും കോലാടുകളെ ഇടത്തും നിർത്തും. പിന്നെ അവൻ ഇടത്തുള്ളവരോട്, ശപിക്കപ്പെട്ടവരെ, എന്നെ വിട്ട് പിശാചിനും അവന്റെ ദൂതന്മാർക്കും ഒരുക്കിയിരിക്കുന്ന നിത്യാഗ്നിയിലേക്ക് പോകുവിൻ. He will put the sheep on his right and the goats on his left. Then he will say to those on his left, Depart from me, you who are cursed, into the eternal fire prepared for the devil and his angels. ചെമ്മരിയാടുകളെ തന്നെ വലത്തും കോലാടുകളെ ഇടത്തും നിർത്തും. പ്രിയപ്പെട്ടവരെ, നാം ഇന്നൊരു ചെമ്മരിയാടാണോ കോലാടാണോ? പ്രിയപ്പെട്ടവരെ, നാം ചിന്തിക്കണം, ഞാൻ കർത്താവിന്റെ വലതുഭാഗത്തായിരിക്കുമോ ഇടതുഭാഗത്തായിരിക്കുമോ? പിന്നെ അവൻ ഇടത്തുള്ളവരോട്, ശപിക്കപ്പെട്ടവരെ, എന്നെ വിട്ട് പിശാചിനും അവന്റെ ദൂതന്മാർക്കും ഒരുക്കിയിരിക്കുന്ന നിത്യാഗ്നിയിലേക്ക് പോകുകയും. പ്രിയപ്പെട്ടവരെ, ഈ ശബ്ദം നമുക്ക് കേൾക്കാനിടയാകരുത്. ഇത് ക്രിസ്തു വരുത്തുന്നതാണ് നിത്യമരണം.
അടുത്തതായി നമുക്ക് 2 തെസ്സലോനിക്കർക്കെഴുതിയ ലേഖനം 1-ാം അധ്യായം 6, 7, 8 വാക്യം വായിച്ചു കേൾക്കാം. കർത്താവായ യേശു തന്റെ ശക്തിയുള്ള ദൂതന്മാരുമായി സ്വർഗത്തിൽ നിന്ന് അഗ്നിജ്വാലയിൽ പ്രത്യക്ഷനായി ദൈവത്തെ അറിയാത്തവർക്കും നമ്മുടെ കർത്താവായ യേശുവിന്റെ സുവിശേഷം അനുസരിക്കാത്തവർക്കും പ്രതികാരം കൊടുക്കുമ്പോൾ നിങ്ങളെ പീഡിപ്പിക്കുന്നവർക്ക് പീഡയും പീഡ അനുഭവിക്കുന്ന നിങ്ങൾക്ക് ഞങ്ങളുടെ ആശ്വാസവും പകരം നൽകുന്നത് ദൈവസന്നിധിയിൽ നീതിയല്ലോ എന്ന്. അതേ പ്രിയപ്പെട്ടവരെ, കർത്താവായ യേശുക്രിസ്തു തന്റെ ശക്തിയുള്ള ദൂതന്മാരുമായി സ്വർഗത്തിൽ നിന്ന് അഗ്നിജ്വാലയിൽ പ്രത്യക്ഷനായി ദൈവത്തെ അറിയാത്തവർക്കും നമ്മുടെ കർത്താവായ യേശുവിന്റെ സുവിശേഷം അനുസരിക്കാത്തവർക്കും പ്രതികാരം കൊടുക്കുമ്പോൾ നിങ്ങളെ പീഡിപ്പിക്കുന്നവർക്ക് പീഡ അനുഭവിക്കുന്ന നിങ്ങൾക്ക് ഞങ്ങളോടുകൂടെ ആശ്വാസവും പകരം നൽകുന്നത് ദൈവസന്നിധിയിൽ ഞാൻ നീതിയല്ലോ എന്ന്. അതേ പ്രിയപ്പെട്ടവരെ, കർത്താവ് വരുമ്പോൾ ഒരു ആശ്വാസമുണ്ട് പ്രിയപ്പെട്ടവരെ. സുവിശേഷം അനുസരിക്കാത്തവർക്ക് പ്രതികാരം കൊടുക്കുമ്പോൾ നിങ്ങളെ പീഡിപ്പിക്കുന്നവർക്ക് പീഡയും പീഡ അനുഭവിക്കുന്ന നിങ്ങൾക്ക് ഞങ്ങളുടെ ആശ്വാസവും കണ്ടെത്തും പ്രിയപ്പെട്ടവരെ. കർത്താവായ യേശുക്രിസ്തുവിന് വേണ്ടി ഇന്ന് ആരെങ്കിലും പീഡ സഹിക്കുന്നുണ്ടോ? നിങ്ങൾ ആരും സങ്കടപ്പെടേണ്ട പ്രിയപ്പെട്ടവരെ. ഒരു ആശ്വാസകാലമുണ്ട്. കർത്താവിന് കൂടെ ആശ്വസിക്കാൻ പ്രിയപ്പെട്ടവരെ. കർത്താവ് പറയുകയാണ്, God is just. He will pay back trouble to those who trouble you and give relief to you who are troubled. And to us as well, this will happen when the Lord Jesus is revealed from heaven in blazing fire with his powerful angels. He will punish those who do not know God and do not obey the gospel for our Lord Jesus. അതേ പ്രിയപ്പെട്ടവരെ, നാം ആരും സങ്കടപ്പെടേണ്ട. കർത്താവ് തന്റെ ദൂതന്മാരുമായി വരും പ്രിയപ്പെട്ടവരെ. അടുത്ത ക്രിസ്തു ഏകരക്ഷ, നിത്യമരണത്തിൽ നിന്നും രക്ഷിക്കാൻ കർത്താവായ യേശുക്രിസ്തുവിന് മാത്രമേ കഴിയുകയുള്ളൂ. യോഹന്നാന്റെ സുവിശേഷം 3-ാം അധ്യായം 16-ാം വാക്യം. തന്റെ ഏകജാതനായ പുത്രനെ വിശ്വസിക്കുന്ന ഏവനും നശിച്ചു പോകാതെ നിത്യജീവൻ പ്രാപിക്കേണ്ടതിന് ദൈവം അവനെ നൽകുവാൻ തക്കവണ്ണം ലോകത്തെ സ്നേഹിച്ചു. അത് തന്റെ ഏകജാതനായ പുത്രനിൽ വിശ്വസിക്കുന്ന ഏവനും നശിച്ചു പോകാതെ നിത്യജീവൻ പ്രാപിക്കേണ്ടതിന് ദൈവം അവനെ നൽകുവാൻ തക്കവണ്ണം ലോകത്തെ സ്നേഹിച്ചു പ്രിയപ്പെട്ടവരെ. ലോകത്തെ സ്നേഹിച്ചവരെ യേശുക്രിസ്തുവാണ് പ്രിയപ്പെട്ടവരെ എന്ന് നമ്മോട് സംസാരിക്കുന്നത്. അവിടുത്തെ പരിശുദ്ധാത്മാവ് നമ്മോട് സംസാരിക്കുകയാണ്. തന്റെ ഏകജാതനായ പുത്രനിൽ വിശ്വസിക്കുന്ന ഏവനും നശിച്ചു പോകാതെ നിത്യജീവൻ പ്രാപിക്കേണ്ടതിന് ദൈവം അവനെ നൽകുവാൻ തക്കവണ്ണം ലോകത്തെ സ്നേഹിച്ചു. അതേ പ്രിയപ്പെട്ടവരെ, പിതാവാം ദൈവം ലോകത്തെ സ്നേഹിച്ചു, തന്റെ പുത്രനെ തന്നു പ്രിയപ്പെട്ടവരെ. എന്തിനാണ് നാം ആരും നശിച്ചു പോകാതിരിക്കാൻ, ഈ നിത്യമരണത്തിലേക്ക് പോകാതിരിക്കാൻ, ഈ തീപ്പൊയ്കയിലേക്കും ഈ ഏറ്റവും ഇരുട്ടുള്ള സ്ഥലങ്ങളിലേക്കും പോകാതിരിക്കാനാണ് സ്വന്തം പുത്രനെ നമുക്ക് വേണ്ടി തന്നു പ്രിയപ്പെട്ടവരെ. തന്റെ ഏകജാതനായ പുത്രനിൽ വിശ്വസിക്കുക മാത്രം ചെയ്താൽ മതി പ്രിയപ്പെട്ടവരെ. നാം God so loved the world that he gave his one and only Son, that whoever believes in him shall not perish but have eternal life. തന്റെ ഏകജാതനായ പുത്രനിൽ വിശ്വസിക്കുന്ന ഏവനും നശിച്ചു പോകാതെ നിത്യജീവൻ പ്രാപിക്കേണ്ടതിന് ദൈവം അവനെ നൽകുവാൻ തക്കവണ്ണം ലോകത്തെ സ്നേഹിച്ചു. പ്രിയപ്പെട്ടവരെ, അടുത്തതായി യോഹന്നാന്റെ സുവിശേഷം 8-ാം അധ്യായം 51-ാം വാക്യത്തിൽ ഇപ്രകാരം പറയുന്നു, ആമേൻ ആമേൻ ഞാൻ നിങ്ങളോട് പറയുന്നു, എന്റെ വചനം പ്രമാണിക്കുന്നവൻ ഒരു നാളും മരണം കാണുകയില്ല എന്ന് ഉത്തരം പറഞ്ഞു. കർത്താവായ യേശുക്രിസ്തു പറയുകയാണ്, ആമേൻ ആമേൻ ഞാൻ നിങ്ങളോട് പറയുന്നു, സത്യം സത്യമായിട്ട് കർത്താവ് പറയുകയാണ്, എന്റെ വചനം പ്രമാണിക്കുന്നവൻ ഒരു നാളും മരണം കാണുകയില്ല എന്ന് ഉത്തരം പറഞ്ഞു. I tell you the truth, if anyone keeps my word, he will never see death. അതേ പ്രിയപ്പെട്ടവരെ, മരണം കാണാതെ നമുക്ക് നിൽക്കണമെന്ന് ആഗ്രഹമുണ്ടെങ്കിൽ കർത്താവിന്റെ വചനം പ്രമാണിക്കുക. കർത്താവിന്റെ വചനം പ്രമാണിക്കാൻ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നമ്മളെ സഹായിക്കും പ്രിയപ്പെട്ടവരെ. അടുത്ത നിത്യമരണത്തിൽ നിന്നും വിശുദ്ധന്മാർ രക്ഷിക്കപ്പെടും പ്രിയപ്പെട്ടവരെ. നിത്യമരണത്തിൽ നിന്ന് വിശുദ്ധന്മാർ രക്ഷിക്കപ്പെടും. വെളിപ്പാട് പുസ്തകം 21-ാം അധ്യായം 27-ാം വാക്യം. കുഞ്ഞാടിന്റെ ജീവപുസ്തകത്തിൽ എഴുതിയിരിക്കുന്നവരല്ലാതെ അശുദ്ധമായത് യാതൊന്നും നേച്ചറിയും ഫോഴ്സും പ്രവർത്തിക്കുന്നവൻ ആരും അതിൽ കടക്കയില്ല. അതേ പ്രിയപ്പെട്ടവരെ, കുഞ്ഞാടിന്റെ ജീവപുസ്തകത്തിൽ എഴുതിയിരിക്കുന്നവരല്ലാതെ അശുദ്ധമായത് യാതൊന്നും നേച്ചറിയും ഫോഴ്സും പ്രവർത്തിക്കുന്നവൻ ആരും അതിൽ കടക്കയില്ല. അതേ പ്രിയപ്പെട്ടവരെ, സ്വർഗ്ഗരാജ്യത്തിൽ കിടക്കാൻ അതിന് കുഞ്ഞാടിന്റെ ജീവപുസ്തകത്തിൽ എഴുതിയിരിക്കുന്നവരല്ലാതെ നമുക്ക് ഇന്ന് കുഞ്ഞാടിന്റെ ജീവപുസ്തകത്തിൽ പേരെഴുതി കിട്ടണം പ്രിയപ്പെട്ടവരെ. ഇന്ന് നമ്മുടെ ആരുടെയെങ്കിലും പേര് ആ പുസ്തകത്തിൽ ഇല്ല എങ്കിൽ ഇന്ന് കുഞ്ഞാടിന്റെ പുസ്തകത്തിൽ നമ്മുടെ പേര് എഴുതി തരുന്ന നല്ല ദിവസമാണ്. അതിൽ നമുക്ക് കർത്താവിനോട് പ്രാർത്ഥിക്കണം പ്രിയപ്പെട്ടവരെ. അപ്പോൾ നീ ഞങ്ങളോട് മനസ്സറിയണം. അപ്പോൾ ഞങ്ങളുടെ പേര് ജീവന്റെ പുസ്തകത്തിൽ തെളിച്ചെഴുതണമേ എന്ന് ഞങ്ങൾ നിന്നോട് പ്രാർത്ഥിക്കുകയാണ്. അപ്പോൾ
ആ സ്വർഗത്തിലെ ജീവന്റെ പുസ്തകം. അപ്പോൾ അതിന്റെ ജീവൻ ഞങ്ങളിലേക്ക് പകരണമേ എന്ന് പ്രാർത്ഥിക്കുകയാണ്. അവിടുന്ന് ക്രൂശിൽ അവസാനത്തോടെ ചോര വരെ ഊറ്റി തന്ന് നിന്റെ ജീവൻ ഞങ്ങളിലേക്ക് ഒഴുക്കി തന്നല്ലോ അപ്പാ. ഞങ്ങളിലേക്ക് നിന്റെ ജീവൻ പകരുന്നല്ലോ അപ്പാ. ഹല്ലേലൂയ. അപ്പാ, ഞങ്ങൾക്ക് ജീവൻ പകരുന്ന ഈ നല്ല സമയത്തിനായി ഞങ്ങൾ സ്തുതിക്കുകയാണ് കർത്താവേ. എന്നെ ജീവനുള്ളവരായി എഴുന്നേൽക്കാൻ ഞങ്ങൾ സഹായിക്കണം കർത്താവേ. ഞങ്ങളുടെ പേര് ജീവന്റെ പുസ്തകത്തിൽ എഴുതിയിട്ട് വേണം അപ്പാ ഞങ്ങൾക്ക് ഇവിടെ നിന്ന് എഴുന്നേറ്റ് പോകാൻ. കുഞ്ഞാടിന്റെ ജീവപുസ്തകത്തിൽ എഴുതിയിരിക്കുന്നവരല്ലാതെ അശുദ്ധമായത് യാതൊന്നും മ്ലേച്ഛതയും ഫോഷും പ്രവർത്തിക്കുന്നവൻ ആരും അതിൽ കിടക്കുകയില്ല. അതേ മ്ലേച്ഛതകൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ മാറിപ്പോകട്ടെ, ഫോഷുകൾ മാറിപ്പോകട്ടെ. ഹല്ലേലൂയ കർത്താവേ, സ്തോത്രം. Nothing impure will ever enter it, nor will anyone who does what is shameful or deceitful, but only those whose names are written in the Lamb's book of life. അതേ ജീവന്റെ പുസ്തകത്തിൽ കുഞ്ഞാടിന്റെ ജീവന്റെ പുസ്തകമുണ്ട്. കുഞ്ഞാടിന്റെ രക്തത്തിൽ വീണ്ടെടുക്കപ്പെട്ടവരുടെ പേരാണ് പ്രിയപ്പെട്ടവരെ എഴുതുക. ആരാണ് ഈ കുഞ്ഞാട്? കർത്താവായ യേശു ക്രിസ്തുവാണ് കുഞ്ഞാട്. പ്രിയപ്പെട്ടവരെ, കുഞ്ഞാടിന്റെ ജീവപുസ്തകത്തിൽ എഴുതിയിരിക്കുന്നവരല്ലാതെ അശുദ്ധമായത് യാതൊന്നും മ്ലേച്ഛതയും ഫോഷണം പ്രവർത്തിക്കുന്നവൻ ആരും അതിൽ കിടക്കുകയില്ല. കർത്താവ് നമ്മുടെ പേര് ജീവന്റെ പുസ്തകത്തിൽ നിന്ന് എഴുതുന്ന ദിവസമാണ് പ്രിയപ്പെട്ടവരെ. ജീവന്റെ പുസ്തകത്തിൽ നിന്റെ പേരുണ്ടെങ്കിൽ നീ ഒന്നുകൊണ്ട് ഭാരപ്പെടേണ്ട. നിന്നെ കൃത്യസമയത്ത് നിന്റെ സ്വർഗ്ഗരാജ്യത്തിൽ എത്തിച്ചുകൊള്ളും. കർത്താവിന്റെ ദൂതന്മാർ നമ്മളെ എത്തിച്ചുകൊള്ളും. പ്രിയപ്പെട്ടവരെ, നിത്യമരണത്തിൽ നിന്നും മറ്റുള്ളവരെ രക്ഷിക്കാൻ ശ്രമിക്കണമെന്ന് ബൈബിൾ നമ്മെ ഓർമ്മിപ്പിക്കുകയാണ്. പ്രിയപ്പെട്ടവരെ, അതേ മറ്റുള്ളവരാരും ഈ നിത്യമരണം അവകാശമാക്കുവാൻ പാടില്ല. യാക്കോബ് ശ്ലീഹ 5-ാം അധ്യായം 20-ാം വാക്യത്തിൽ കൂടി പറയുകയാണ്, പാപിയെ നേർവഴിക്കാക്കുന്നവൻ അവന്റെ പ്രാണനെ മരണത്തിൽ നിന്ന് രക്ഷിക്കുകയും പാപങ്ങളുടെ ബഹുത്വം മറയ്ക്കുകയും ചെയ്യുമെന്ന് അവൻ അറിഞ്ഞുകൊള്ളട്ടെ എന്ന്. പാപിയെ നേർവഴിക്കാക്കുന്നവനൊരു ദൈവം പറയുകയാണ്, അവന്റെ പ്രാണനെ മരണത്തിൽ നിന്ന് രക്ഷിക്കുകയും പാപങ്ങളുടെ ബഹുത്വം മറയ്ക്കുകയും ചെയ്യുമെന്ന്. അതേ പ്രിയപ്പെട്ടവരെ, എൻ്റെ പാപങ്ങളുടെ ബഹുത്വം മറയ്ക്കാമെന്ന് ദൈവം പറയുകയാണ്. എൻ്റെ പ്രാണനെ മരണത്തിൽ നിന്ന് രക്ഷിക്കാമെന്ന് ദൈവം പറയുകയാണ്. അതിന് ഞാൻ എന്ത് ചെയ്യണം? പാപിയെ നേർവഴിക്കാക്കുന്നവൻ. ഹല്ലേലൂയ. പാപിയെ നേർവഴിക്കാക്കുവാൻ നമുക്ക് ഉത്തരവാദിത്വമുണ്ട് പ്രിയപ്പെട്ടവരെ. അതുകൊണ്ടാണ് സുവിശേഷ വേല ചെയ്യുന്നത് പ്രിയപ്പെട്ടവരെ. പാപികളെ നേർവഴിക്കാക്കുവാൻ എങ്കിൽ എനിക്ക് എന്ത് ഗുണം കിട്ടും? അവൻ എൻ്റെ പ്രാണനെ മരണത്തിൽ നിന്ന് രക്ഷിക്കുകയും എൻ്റെ പാപങ്ങളുടെ ബഹുത്വം മറയ്ക്കുകയും ചെയ്യുമെന്ന് അവൻ അറിഞ്ഞുകൊള്ളട്ടെ എന്ന് സ്നേഹമുള്ള പരിശുദ്ധാത്മാവ് പറയുകയാണ്. പ്രിയപ്പെട്ടവരെ, റിമെമ്പർ ദിസ്, whoever turns a sinner from the error of his way will save him from death and cover over a multitude of sins. Multitude of sins. പാപങ്ങളുടെ ബഹുത്വം മറയ്ക്കുന്നവനായ സ്നേഹമുള്ള പിതാവ് നമുക്ക് ഉണ്ട് പ്രിയപ്പെട്ടവരെ. ദൈവത്തോട് നമുക്ക് സ്നേഹം ഉണ്ടാവട്ടെ പ്രിയപ്പെട്ടവരെ. കർത്താവായ യേശു ക്രിസ്തു നമ്മെ സ്നേഹിക്കുന്നു. നിത്യമരണത്തിൽ നിന്നും മറ്റുള്ളവരെ രക്ഷിക്കാൻ നാം ശ്രമിക്കണം പ്രിയപ്പെട്ടവരെ. അടുത്തതായി നിത്യമരണത്തെക്കുറിച്ചുള്ള ദൃഷ്ടാന്തീകരണം ചിന്തിച്ച് നമുക്ക് ഇന്നത്തെ ക്ലാസ്സിലൂടെ അവസാനിപ്പിക്കാം. നിത്യമരണം സംബന്ധിച്ചുള്ള ദൃഷ്ടാന്തീകരണം എന്താണ് ബൈബിളിൽ പറഞ്ഞിരിക്കുന്നത്? ലൂക്കോസ് എഴുതിയ സുവിശേഷം 16-ാം അധ്യായം 23 മുതൽ 26 വരെയുള്ള വാക്യങ്ങൾ വായിച്ച് കേൾപ്പിക്കാം. ധനവാനും മരിച്ച് അടക്കപ്പെട്ടു. പാതാളത്തിൽ യാതന അനുഭവിക്കുമ്പോൾ മേലോട്ട് നോക്കി ദൂരത്ത് നിന്ന അബ്രഹാമിനെയും അവന്റെ മടിയിൽ ലാസറിനെയും കണ്ടു. അബ്രഹാം, പിതാവേ, എന്നോട് കനിവുണ്ടാകണമേ. ലാസർ വിരലിന്റെ അറ്റം വെള്ളത്തിൽ മുക്കി എന്റെ നാവിനെ തണുപ്പിക്കേണ്ടതിന് അവനെ അയക്കണമേ. ഞാൻ ഈ ജ്വാലയിൽ കിടന്ന വേദന അനുഭവിക്കുന്നു എന്ന് വിളിച്ചു പറഞ്ഞു. അബ്രഹാം, മകനെ, നിന്റെ ആയുസ്സിന്റെ നന്മയും ലാസർ ഔവണ്ണം തിന്മയും പ്രാപിച്ചു എന്ന് ഓർക്കാം. ഇപ്പോൾ അവൻ ഇവിടെ ആശ്വസിക്കുന്നു, നീയോ വേദന അനുഭവിക്കുന്നു. അത്രയുമല്ല, ഞങ്ങൾക്കും നിങ്ങൾക്ക് നടുവേ വലിയൊരു പിളർപ്പുണ്ടാക്കിയിരിക്കുന്നു. ഇവിടെ നിന്ന് നിങ്ങളുടെ അടുക്കൽ കടന്നു വരുവാൻ ഇച്ഛിക്കുന്നവർക്ക് കഴിവില്ല, അവിടെ നിന്ന് ഞങ്ങളുടെ അടുക്കൽ കടന്നു വരുവാനും പാടില്ല എന്ന് പറഞ്ഞു. പ്രിയപ്പെട്ടവരെ, ഈ നിത്യമരണം സംബന്ധിച്ചുള്ള ഈ ദൃഷ്ടാന്തീകരണം കർത്താവായ യേശു ക്രിസ്തു പറഞ്ഞതാണ്. പ്രിയപ്പെട്ടവരെ, ലൂക്കോസ് സുവിശേഷം 16-ാം അധ്യായത്തിൽ നമുക്ക് വായിക്കാൻ സാധിക്കും. ധനവാനും മരിച്ചു അടക്കപ്പെട്ടു, പാതാളത്തിൽ യാതന അനുഭവിക്കുമ്പോൾ. അതേ പ്രിയപ്പെട്ടവരെ, മരിച്ചു അടക്കപ്പെട്ടപ്പോൾ തന്നെ എവിടെ യാതന തുടങ്ങിക്കഴിഞ്ഞു? പാതാളത്തിൽ യാതന തുടങ്ങിക്കഴിഞ്ഞു. അതുകൊണ്ടാണ് പ്രിയപ്പെട്ടവരെ നാം വെയിറ്റ് ചെയ്യേണ്ടത്. നാം കടന്നു പോകുമ്പോൾ തന്നെ ഒന്നെങ്കിൽ നാം സ്വർഗ്ഗരാജ്യത്തിൽ അബ്രഹാമിന്റെ മടിയിൽ കാണും, അല്ലെങ്കിൽ നാം പാതാളത്തിൽ യാതന അനുഭവിക്കുന്നിടത്ത് കാണും. പ്രിയപ്പെട്ടവരെ, ഈ സംഭവത്തിൽ അറിയാൻ കഴിയും. ധനവാനും മരിച്ചു അടക്കപ്പെട്ടു, പാതാളത്തിൽ യാതന അനുഭവിക്കുമ്പോൾ മേലോട്ട് നോക്കി. അവൻ ആ പാതാളത്തിൽ കിടന്നുകൊണ്ട് മേലോട്ട് നോക്കുകയാണ്. അപ്പോൾ അബ്രഹാമിനെയും അവന്റെ മടിയിൽ ലാസറിനെയും കണ്ടു. ഈ ലാസർ ആരെന്ന് നമുക്കറിയാം.
ഈ ധനവാന്റെ പഠിപ്പുരയ്ക്കൽ ഒരു വെള്ളം നിറഞ്ഞവനായി ഈ ധനവാൻ കൊടുക്കുന്ന എന്തെങ്കിലും കഴിച്ചുകൊണ്ട് കിടക്കുന്ന ഒരു ദരിദ്രനായ മനുഷ്യനാണ് ഈ ലാസർ എന്ന. ഈ ലാസറിന്റെ പേര് ഇതിൽ പറഞ്ഞിട്ടുണ്ട്, എന്നാൽ ഈ ധനവാന്റെ പേര് പറഞ്ഞിട്ടില്ല. എന്തുകൊണ്ടാണ്? സ്വർഗം എപ്പോഴും രേഖപ്പെടുത്തുന്നത് പേരുകൾ. സ്വർഗം കണ്ടിരിക്കുന്ന മക്കളുടെ പേരുകൾ എപ്പോഴും സ്വർഗം ഓർക്കും. പറയപ്പെട്ടവരെ, അബ്രഹാം പിതാവേയും മേലോട്ട് നോക്കി അവിടെ നിന്ന് അബ്രഹാമിനെയും അവന്റെ മടിയിൽ ലാസറിനെയും കണ്ടു. അബ്രഹാം പിതാവേ, എന്നോട് കനിവുണ്ടാകണമേ, ലാസർ വിരലിന്റെ അറ്റം വെള്ളത്തിൽ മുക്കി എൻ്റെ നാവിനെ തണുപ്പിക്കേണ്ടതിന് അവനെ അയക്കണമേ. ഞാൻ ഈ ജ്വാലയിൽ കിടന്ന വേദന അനുഭവിക്കുന്നതെന്ന് വിളിച്ചു പറഞ്ഞു. അബ്രഹാം, മകനെ, നിന്റെ ആയുസ്സിന്റെ നന്മയും ലാസർ അവളം തിന്മയും പ്രാപിച്ചു എന്ന് ഓർക്കാം. ഇപ്പോൾ അവൻ ഇവിടെ ആശ്വസിക്കുന്നു, നീയോ വേദന അനുഭവിക്കുന്നു. അത്രയുമല്ല, ഞങ്ങൾക്ക് നിങ്ങൾക്ക് നടുവേ വലിയൊരു പിളർപ്പുണ്ടാക്കിയിരിക്കുന്നു. ഇവിടെ നിന്ന് നിങ്ങളുടെ അടുക്കൽ കടന്നു വരുവാൻ ഇച്ഛിക്കുന്നവർക്ക് കഴിവില്ല, അവിടെ നിന്ന് ഞങ്ങളുടെ അടുക്കൽ കടന്നു വരുവാനും പാടില്ല എന്ന് പറഞ്ഞു. അതേ പ്രിയപ്പെട്ടവരെ, അബ്രഹാം പിതാവ് പറയുകയാണ്, അബ്രഹാം പിതാവിനോട് സംസാരിക്കുകയാണ്. പാതാളത്തിൽ കിടന്നുകൊണ്ട് ദൈവത്തോട് സംസാരിക്കുകയാണ്, അബ്രഹാം പിതാവിനോട് സംസാരിക്കുകയാണ്. അതേ പ്രിയപ്പെട്ടവരെ, ചില ആത്മാക്കളെല്ലാം ഇന്നും പാതാളത്തിൽ കിടന്ന് വേദനയോട് നിലവിളിക്കുന്നുണ്ട്. പ്രിയപ്പെട്ടവരെ, പക്ഷേ ദൈവം ചിലപ്പോൾ കരുണ തോന്നാം. കാരണം പാതാളത്തിൻ്റെയും മരണത്തിൻ്റെയും താക്കോൽ ആരുടെ കൈവശമാണെന്ന് നാം ചിന്തിച്ചിട്ടുണ്ട്. കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ കൈകളിലാണ് പ്രിയപ്പെട്ടവരെ. പാതാളത്തിൻ്റെയും നരകത്തിൻ്റെയും താക്കോൽ എൻ്റെ കയ്യിലുള്ളവൻ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ കയ്യിലുണ്ട്. അതുകൊണ്ട് എത്ര ആത്മാക്കൾ ഇന്നും രക്ഷപ്പെടുമെന്ന് നമുക്ക് അറിഞ്ഞുകൂടാ പ്രിയപ്പെട്ടവരെ. എത്രയോ ആത്മാക്കൾ ഈ ഭൂമിയിൽ നിന്ന് കടന്നുപോയി ഈ യാതനാ സ്ഥലത്തായിരിക്കുന്നു. അവിടെ നിന്ന് അബ്രഹാം പിതാവിനോട് സംസാരിക്കണം. അബ്രഹാം പിതാവ് പറയുകയാണ്, ഞങ്ങൾക്ക് നിങ്ങൾക്ക് നടുവേ വലിയൊരു പിളർപ്പുണ്ടാക്കിയിരിക്കുന്നു. ഇവിടെ നിന്ന് നിങ്ങളുടെ അടുക്കൽ കടന്നു വരുവാൻ ഇച്ഛിക്കുന്നവർക്ക് കഴിവില്ല, അവിടെ നിന്ന് ഞങ്ങളുടെ അടുക്കൽ കടന്നു വരുവാനും പാടില്ല എന്ന് പറഞ്ഞു. In hell, where he was in torment, he looked up and saw Abraham far away, with Lazarus by his side. So he called to him, Father Abraham, have pity on me and send Lazarus to dip the tip of his finger in water and cool my tongue, because I am in agony in this fire. But Abraham replied, Son, remember that in your lifetime you received your good things, while Lazarus received bad things. But now he is comforted here, and you are in agony. And beside all this, between us and you a great chasm one, being fixed, so that those who want to go from here to you cannot, nor can anyone cross over from there to us. അതേ പ്രിയപ്പെട്ടവരെ, നിങ്ങളുടെ അടുക്കൽ കടന്നു വരുവാൻ ഇച്ഛിക്കുന്നവർക്ക് ഇവിടെ നിന്ന് കഴിയില്ല, അവിടെ നിന്ന് ഞങ്ങളുടെ അടുത്തേക്കും കടന്നു വരുവാനും പാടില്ല. പ്രിയപ്പെട്ടവരെ, നമുക്ക് ഇന്നത്തെ ശുശ്രൂഷ അവസാനിപ്പിക്കുന്നതിന് മുമ്പ് കർത്താവെ, ഞങ്ങൾ ഒരിക്കൽ കൂടി നിന്റെ കരങ്ങളിലേക്ക് ഞങ്ങളുടെ ജീവിതം സമർപ്പിക്കുകയാണ്. അബ്രഹാമിന്റെ മടിയിൽ കർത്താവെ, ഈ ഭൂമിയിൽ നിന്ന് എപ്പോൾ കടന്നു പോയാലും ദൂതന്മാർ ഞങ്ങൾ അബ്രഹാമിന്റെ മടിയിൽ എത്തിക്കണം. പ്രിയപ്പെട്ടവരെ, നിത്യ പാതാളത്തിൽ കർത്താവെ ലാസർ കിടക്കുന്ന ജനവാൻ കിടക്കുന്ന ആ സ്ഥലത്ത് നമുക്ക് ആയിക്കൂടാ പ്രിയപ്പെട്ടവരെ. അതിനുവേണ്ടി നമുക്ക് ഒരു നിമിഷം നമുക്ക് കണ്ണുകളടച്ച് കർത്താവിൻ്റെ മുഖത്തേക്ക് നമുക്ക് നോക്കാം. കർത്താവായ യേശു ക്രിസ്തു ഈ വൈകിയ സമയം നമ്മളെ സന്ദർശിപ്പാൻ എഴുന്നള്ളി വരികയാണ്. അപ്പാ സ്തോത്രം. പാപം പെരുകിയെടുത്ത് കൃപ അത്യന്തം വർദ്ധിച്ചു. കർത്താവെ, ഞങ്ങൾക്കുള്ള ഏക യോഗ്യത അതാണപ്പ. സ്വർഗമേ, നിങ്ങൾ സന്ദർശിപ്പാൻ കടന്നു വരണമേ എന്ന് ഞങ്ങൾ നിന്നോട് പ്രാർത്ഥിക്കുകയാണപ്പ. കർത്താവെ, ഞങ്ങളുടെ യോഗ്യത നോക്കാതെ, നന്മ നോക്കാതെ കർത്താവെ ഞങ്ങളെ സ്നേഹിച്ചു കർത്താവെ. അവിടുന്ന് ഞങ്ങൾക്ക് വേണ്ട അവസാനത്തോടെ ചോരവരെയും കൂട്ടി തന്നു കർത്താവെ. കൈകൾ രണ്ടിലും കാര്യം പണികൾ അടിച്ച് കാലുകളിൽ കാര്യപണികൾ അടിയേറ്റാനായി ശിരസിൽ മുൻമുടി വഹിച്ച് കിടക്കുന്ന കർത്താവെ ഞങ്ങൾ കാണുകയാണപ്പ. അവിടുത്തെ പുറമെല്ലാം ഒഴിവില്ലാതെ പോയി അടിയേറ്റ് കർത്താവെ. ഞങ്ങളേൽക്കേണ്ട ശിക്ഷ, ഞങ്ങളേൽക്കേണ്ട മരണശിക്ഷ കർത്താവെ, നിത്യ നരക അവകാശികളായിരുന്ന ഞങ്ങളെ നിത്യസ്വർഗ അവകാശികളാക്കുവാൻ അപ്പ അവിടുത്തെ പുത്രനെ ഈ ഭൂമിയിലേക്ക് അയച്ചതാണല്ലോ മഹാസ്നേഹം. കർത്താവെ, ഞങ്ങളെന്ത് ചിന്തിച്ചത് പോയിന്റുകളെല്ലാം ചിലപ്പോൾ മറന്നു പോയേക്കാം, എന്നാൽ ഒപ്പന മറക്കുവാനിടയാകരുത്. കർത്താവായ യേശു ക്രിസ്തു ഞങ്ങളുടെ ഹൃദയത്തിനുള്ളിലേക്ക് ഈ സമയം എഴുന്നള്ളി വരണമേ അപ്പ. വേറെ ഒന്നും ഞങ്ങൾക്ക് ഇല്ലേലും കർത്താവായ യേശു ക്രിസ്തു നിത്യസ്വർഗത്തിൻ്റെ അധിപതിയായവൻ അപ്പ ഈ സമയം ഞങ്ങളുടെ ഹൃദയത്തിനുള്ളിലേക്ക് എഴുന്നള്ളി വരണമേ എന്ന് ഞങ്ങൾ നിന്നോട് പ്രാർത്ഥിക്കുകയാണ് അപ്പ.
നീ ഞങ്ങളുടെ ഹൃദയത്തിനുള്ളിലേക്ക് എഴുന്നള്ളി വരണമേ. ഓ നീ ഞങ്ങൾ വാഴണമേ, നീ ഞങ്ങളെ നിയന്ത്രിക്കണമേ, നീ ഞങ്ങളെ ഭരിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവേ. സ്വർഗമേ, ഞങ്ങളുടെ ഈ ദേശത്തോട് മനസ്സിലിടണമേ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവേ. ഈ ദേശത്ത് സന്ദർശിപ്പാൻ നീ എഴുന്നള്ളിയിരിക്കുന്ന ഈ മനോഹര സമയത്തിനായി ഞങ്ങൾ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. ഓ പിതൃപുത്ര പരിശുദ്ധാത്മാവാം ദൈവമേ, അവിടെ നീ കടന്നു വന്നിരിക്കുന്ന ഈ നല്ല സമയത്തിനായി ഞങ്ങൾ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു കർത്താവേ. ഞങ്ങളുടെ ദേശത്ത് നിന്റെ സന്ദർശനം ഉണ്ടായതിനായി നന്ദി അപ്പാ. നീ കുടുംബങ്ങളെ സന്ദർശിക്കുന്നതിന് നന്ദി. ഓരോ വ്യക്തികളുടെ ഹൃദയങ്ങളിലേക്ക് നീ കടന്നു ചെല്ലണമേ. അനേക രോഗത്താലും ഭാരത്താലും വളരെ കഴിയുന്നതുകൊണ്ട് കർത്താവേ, നീ സൗഖ്യമാക്കുന്ന ശക്തി ഹല്ലേലൂയ അപ്പാ ഇപ്പോൾ കടന്നു ചെല്ലണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. അവിടുത്തെ ദൂതന്മാരെ അയക്കണമേ കർത്താവേ. അപ്പാ അനേക കർത്താവേ, അനേക രോഗത്തിന്റെ പിടിയിലായിരിക്കുന്നു കർത്താവേ. ആ രോഗാത്മാക്കൾ ഒരുമിച്ച് മാറിപ്പോകട്ടെ അപ്പാ. രോഗസൗഖ്യം ഇപ്പോൾ തന്നെ റിലീസ് ആവട്ടെ കർത്താവേ. ഒരു പൂർണ്ണ സൗഖ്യം ഉണ്ടാവട്ടെ. ഞങ്ങളുടെ ബന്ധനങ്ങളെ വീട്ടിയപ്പോ ഞങ്ങളുടെ ആത്മാക്കൾ ഇന്ന് ഈ ശരീരം വിട്ട് പുറത്ത് പോയാലും ഓ സ്വർഗ്ഗരാജ്യത്തെ ചെയ്തുകൊണ്ടപ്പോൾ ഞങ്ങളെ വിശുദ്ധരാക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. അതിനായി അവിടുത്തെ പരിശുദ്ധമായ രക്തത്തിൽ ഞങ്ങൾ ആശ്രയിക്കുന്നു. യേശുവിന്റെ രക്തം സകല പാപവും പോക്കി ഞങ്ങൾ ശുദ്ധീകരിക്കുന്നു കർത്താവേ. ഞങ്ങൾ നീതി വസ്ത്രം ധരിപ്പിക്കണമേ, തേജസ്സിന്റെ വസ്ത്രം ഞങ്ങൾക്ക് നൽകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവായ യേശു ക്രിസ്തുവിന്റെ രക്തത്തിന്റെ മുദ്രയുള്ള മക്കളാക്കി ഞങ്ങൾ എഴുന്നേൽപ്പിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. നിങ്ങൾ കടന്നു വന്ന ഓരോരുത്തരെയും അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവേ. ഞങ്ങൾക്ക് കടന്നു വന്ന ഓരോരുത്തരെയും അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. നിന്റെ ആണിപ്പാടുള്ള കരം വെക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. പൂർണ്ണ സൗഖ്യങ്ങൾ ഉണ്ടാവട്ടെ കർത്താവേ. ശരീരത്തിലും ആത്മാവിലും മനസ്സിലും പൂർണ്ണ സൗഖ്യം ഉണ്ടാവട്ടെ. ശരീരത്തിന് ബലഹീനത സൗഖ്യമാക്കുന്ന കുഞ്ഞാടിന്റെ വലിയ രക്തയും തിരുമുറയും നിങ്ങൾ സ്തുതിച്ച് സ്തോത്രം ചെയ്യുകയാണ്. ആത്മാവിന്റെ രോഗത്തെ സൗഖ്യമാക്കുന്ന കുഞ്ഞാടിന്റെ വലിയ രക്തത്തെയും തിരുമുറയും സ്തുതിച്ച് സ്തോത്രം ചെയ്യുകയാണ്. കൊട്ട പ്രാണന്റെ ഇഷ്ടങ്ങളെ സൗഖ്യമാക്കുന്ന കുഞ്ഞാടിന്റെ വലിയ രക്തത്തെ നിങ്ങൾ സ്തുതിക്കുകയും സ്തോത്രം ചെയ്യുകയാണ്. എല്ലാ മുഖത്തും ഉണർത്തപ്പെട്ട കുഞ്ഞാടെടുക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവേ. അപ്പൊ ഈ ദേശത്ത് കർത്താവേ നിന്റെയുള്ള കുരിശ് ഈ കോണത്തിൽ ഉയർന്നു നിൽക്കണമേ, ഈ അംഗത്തിൽ ഉയർന്നു നിൽക്കണമേ, പൂശിന്റെ പുറകെ ഞങ്ങളെ കാക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവേ. തന്നെല്ലാം നമ്മുടെ ക്രൈസ്തോത്രം ക്രൈസ്തോത്രം അടിയൽക്കായി ജീവിതം യേശുവിൻ നാമത്തിൽ പ്രാർത്ഥിക്കുന്നു. പ്രഭുയുടെ കേട്ട ഉത്തരം തരുമാറാകണമേ. ആമേൻ. ഹല്ലേലൂയ. പ്രിയപ്പെട്ടവരെ, ഞങ്ങളുടെ ക്ഷണം സ്വീകരിച്ച് ഇവിടെ കടന്നു വന്ന എല്ലാവരെയും ദൈവസമൃദ്ധമായിട്ട് അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. നമുക്ക് ആശീർവാദത്തോടെ എഴുന്നേൽക്കാം. പിതാവാം ദൈവത്തിൻ്റെ സ്നേഹവും പുത്രനാം ദൈവത്തിൻ്റെ കൃപയും പരിശുദ്ധാത്മാവിൻ്റെ സംബന്ധവും സഹവാസവും നമ്മളോടുകൂടിയും നമ്മുടെ കുടുംബാംഗങ്ങളോടൊപ്പവും ഇന്നും എന്നാളും ഉണ്ടായിരിക്കട്ടെ.